Good afternoon, ma'am. Okay, we can start, please. Prayer, ma'am. പ്രണാമം പ്രണാമം മഹാജ്ഞാനസാര പ്രകാശം വിടർത്തുന്ന വിജ്ഞാന സൂര്യ തമസിൽ മതിൽ നീക്കി മനസ്സിൽ വരൂ നീ തരൂ പ്രഭാതം പ്രപഞ്ചം വിളങ്ങാൻ അനവദ്യമാം വിദ്യ ഇരുൾ നീക്കിയെന്നും അനുഭൂതി പകരുന്ന നിമിഷങ്ങളേകും ഹൃദയത്തിൽ വിടരുന്ന സ്നേഹാത്മനിത്യം വചനങ്ങളിൽ ശാന്തി കിരണങ്ങളാകും പ്രണാമം പ്രണാമം മഹാജ്ഞാനസാര പ്രകാശം വിടർത്തുന്ന വിജ്ഞാന സൂര്യ കരളിന്റെ മുറ്റത്ത ദിവ്യാക്ഷരങ്ങൾ കളിവില്ലു തീർക്കുന്ന വിജ്ഞാനഭാവ കരയുന്ന നിരകൂപ്പി നിൽക്കുന്നു ഞങ്ങൾ കണി കാണുവാൻ നിത്യ സർഗാക്ഷരങ്ങൾ പ്രണാമം പ്രണാമം മഹാജ്ഞാനസാര പ്രകാശം വിടർത്തുന്ന വിജ്ഞാന സൂര്യ. Thank you, ma'am. Okay, what's next? കുറച്ച് പേരെയുള്ള എക്സാം ഒക്കെ ആയതുകൊണ്ടാണോ? ഈ thought of the day സൈൻ ഇൻ ഒന്നും ഉണ്ടോ? ഉണ്ടെങ്കിൽ we can do. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. Okay, so എവിടെയായിരുന്നു ലാസ്റ്റ് ക്ലാസ് എന്ന് പറയാമോ? റെക്കോർഡ്സിനെ കുറിച്ചായിരുന്നോ? ഓക്കെ, പിന്നാണല്ലേ നിങ്ങളുടെ ടൈം എക്സാം 1 അല്ലേ? ആണോ? ഓക്കെ, എക്സാമിന് വേണ്ടിയിട്ട് ചില എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാമോ? ഇൻസ്ട്രക്ഷൻസ് കിട്ടിയിരുന്നോ? കിട്ടിയില്ലല്ലോ. ഓക്കെ, സോ നമ്മൾ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലെ? മോക്ക് ടെസ്റ്റ് പോലെ തന്നെയാണ് ക്വസ്റ്റ്യൻസ്. ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ സ്കോർ അറിയും, ഇത് നിങ്ങൾക്ക് സ്കോർ അറിയില്ല, പിന്നീടാണ് റിസൾട്ട് ഔട്ട് ചെയ്യുള്ളൂ. പിന്നെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും പോയി അറ്റൻഡ് ചെയ്യാം. വൺസ് അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് എപ്പോഴേലും വേണമെങ്കിൽ ഒന്നുകൂടെ പഠിച്ചതിന് ശേഷം വീണ്ടും ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. ഇത് നമുക്ക് അങ്ങനെ പറ്റില്ല. ആ ഒരു ടൈമിൽ മാത്രം. എപ്പോഴാ ടൈം പറയുക? 7:30 അല്ലേ? 7:30 to 8:30 അറ്റൻഡ് ചെയ്യാനും പറ്റുള്ളൂ, സബ്മിറ്റ് ചെയ്യാനും പറ്റുള്ളൂ. ആഫ്റ്റർ 8:30 സബ്മിറ്റ് ചെയ്താൽ സ്കോർ വരില്ല. 7:30 മുമ്പ് അറ്റൻഡ് ചെയ്യാൻ നോക്കിയാലും ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ടാവില്ല. 8:30 ശേഷം അറ്റൻഡ് ചെയ്താലും സബ്മിറ്റ് ചെയ്താലും സ്കോർ വരില്ല. സോ ആ ഒരു ടൈം ലിമിറ്റ് നമുക്കൊരു 10 minutes 20 minutes ഇസ് മോർ ദാൻ ഇനഫ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. ആദ്യം ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും സ്ക്രോൾ ചെയ്യുമ്പോൾ എന്താ ഇങ്ങനെ നമ്മള് ധൃതി പിടിച്ച് ചിലപ്പോ ഒന്ന് ടെൻഷനായി അങ്ങനെയൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ ആൻസർ ഓപ്ഷൻ ടച്ച് അല്ലേ, ആൻസർ ഓപ്ഷൻ മാറാതെ ഒന്ന് ശ്രദ്ധിച്ച് സ്ക്രോൾ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ വീഡിയോയും ഓൺ ചെയ്യണം. അതായത് നമ്മൾ ക്ലാസ് റൂമിൽ കയറുന്ന പോലെ തന്നെ നമുക്ക് ഗൂഗിൾ മീറ്റ് തരും. എക്സാം ഹാളിലേക്കുള്ള ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. അത് ഓൺ ചെയ്ത് ആദ്യം വീഡിയോ ഓൺ ചെയ്ത് വെക്കണം. എല്ലാരും മ്യൂട്ട് ചെയ്ത് വെക്കുക, കാരണം മ്യൂട്ട് ഓൺ ആയാൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഇപ്പൊ വീഡിയോ ഓൺ ചെയ്ത് വെക്കും. നിങ്ങൾക്കൊരു റോൾ നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ആ റോൾ നമ്പർ വേണം എൻട്രി ചെയ്യാൻ. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പറിന് കോഡ് ഉണ്ടായിരിക്കും. ABC എന്നോ അങ്ങനെ എന്തെങ്കിലും കോഡാണെങ്കിൽ ഈ എന്നുള്ള കോഡിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കണം നമ്മൾ ആൻസർ ചെയ്യാൻ. എല്ലാം സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്.
ഓരോ നമുക്കറിയാലോ, നമ്മള് സാധാരണ നമ്മള് ലൈവായിട്ട് എക്സാം എഴുതാനായിട്ട് പോകുമ്പോൾ നമുക്ക് ഓരോ ക്ലാസ് റൂം ആയിരിക്കും അല്ലെ. എല്ലാ ക്ലാസ്സിലും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആ ആൻസർ ചെയ്ത് ആ ക്ലാസ് റൂമിലുള്ള ഇൻവിജിലേറ്ററിനെയാണല്ലോ ഏൽപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ക്ലാസ് റൂംസ് ഉണ്ടായിരിക്കും. ഓരോ ക്ലാസ് റൂമിലും ഇൻവിജിലേറ്റർ ആയിരിക്കും. ഓരോ ക്ലാസ് റൂമിലേക്കും ഓരോ ക്വസ്റ്റ്യൻ കോഡ് ആയിരിക്കും. അപ്പൊ ആ നമ്മൾക്ക് പറഞ്ഞിരിക്കുന്ന ക്ലാസ് റൂമും ക്വസ്റ്റ്യൻ കോഡും ഏതാന്ന് കറക്റ്റ് ശ്രദ്ധിച്ച് ആ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം. കാരണം നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് വരുമ്പോൾ ചിലപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിന്റെയും ലിങ്ക് ഉണ്ടായിരിക്കും. എ ഉണ്ടാകാം, ബി ഉണ്ടാകാം. അപ്പൊ നമ്മൾക്കിപ്പോ എ ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ എ എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാൻ. കാരണം അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഇൻവിജിലേറ്റർക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്തു എന്ന് മനസ്സിലാവുള്ളൂ. അതേസമയം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് മാറ്റി ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്ലാസ് റൂമിലെ ഇൻവിജിലേറ്റർ അറിയില്ല. അടുത്ത ക്ലാസ് റൂമിലെ ഇൻവിജിലേറ്റർക്ക് അത് പോകുള്ളൂ. ആ ഇൻവിജിലേറ്റർ അത് ശ്രദ്ധിച്ചിട്ടൊന്നും വരില്ല. പിന്നെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. സബ്മിറ്റ് ആയെന്ന് പറയുമ്പോൾ അവർ അപ്പുറത്ത് പോയി അന്വേഷിക്കണം. അടുത്ത സിസ്റ്റത്തിൽ ഇരിക്കുന്ന ഇൻവിജിലേറ്ററിന്റെ അടുത്ത് പോയി അന്വേഷിച്ച് കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഇത്രയും കുട്ടികൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് അവർക്ക് ഒരു ബുദ്ധിമുട്ടാവും. ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ആകെ എല്ലാരും കൂടെ കൺഫ്യൂഷൻ ആയിപ്പോ. ശ്രദ്ധിക്കുക. എക്സാമിന് ഒരു 5 മിനിറ്റ് മുമ്പ് തന്നെ നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് കയറാനുള്ള ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് വരും. അതിനുശേഷം ടൈം ആകുമ്പോഴേക്കും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും. ഒഫീഷ്യൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് ഷെയർ ചെയ്യും. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഇത്ര റോൾ നമ്പർ തുടങ്ങി ഇത്ര റോൾ നമ്പർ വരെയെന്നോ, അല്ലെങ്കിൽ ക്ലാസ് റൂം എ എന്നുള്ള ക്ലാസ് റൂമുകാർക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണെന്നോ ആ ഒരു രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളുടെ ക്ലാസ് റൂമിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഏത് കോഡാണോ അതിൽ മാത്രം ക്ലിക്ക് ചെയ്തിട്ട് എക്സാം എഴുതുക. കഴിയുമ്പോൾ സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്യാൻ നേരത്തെ റോൾ നമ്പറും പേരും പറഞ്ഞ് സബ്മിറ്റ് ചെയ്തു എന്ന് പറയാം. അപ്പൊ ഇൻവിജിലേറ്റർ കൺഫേം ചെയ്തിട്ട് യെസ് ലീവ് ആയിക്കോളൂ എന്ന് പറയുമ്പോൾ വേണം ലീവ് ആകാൻ. കാരണം ചില സമയത്ത് സബ്മിറ്റ് ചെയ്യാതെ പലരും ലീവ് ആയി പോകും. പിന്നെ നെറ്റ്വർക്ക് ഇഷ്യൂസ് വരുമ്പോൾ നമുക്കറിയാം പല ലിമിറ്റേഷൻസ് ഉണ്ട് ഓൺലൈൻ ആയതുകൊണ്ട്. നെറ്റ്വർക്ക് ഇഷ്യൂ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഓൺ ആയെന്ന് വരില്ല. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്താൽ മതി. നെറ്റ്വർക്ക് ഇഷ്യൂ കാരണമാണ് വീഡിയോ, അത് മനസ്സിലാകും. കാരണം കുറെ ബാച്ചുകളുടെ കഴിഞ്ഞതോടെ മനസ്സിലായി. പക്ഷെ നിർബന്ധമായും വീഡിയോ ഓൺ ചെയ്യണമെന്നാണ്. ഇങ്ങനെ ഒരു പ്രശ്നമുള്ളവരെ നമ്മൾ പിന്നെ ജെനുവിൻ റീസൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു മാത്രം. എന്തായിരുന്നു ആര്യ, മനസ്സിലായില്ല? എന്ത് പറഞ്ഞിരുന്നു? നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഇന്നലെ മാമിന് മെസ്സേജ് ഇട്ടായിരുന്നു. ഞാനത് ഇൻഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2-3 പേരുടെ ഇൻഫർമേഷൻസ് എനിക്ക് കിട്ടി. അതെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻവിജിലേറ്റേഴ്സിനെ അറിയിച്ചിട്ടുണ്ട്. അവരത് ശ്രദ്ധിച്ചോളൂ. ഇതേ ഉള്ളൂ ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക്. അപ്പൊ ഇതും ഓൺ ആക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് ഇപ്പൊ എല്ലാവർക്കും ചിലപ്പോ ഒരു മൊബൈലിൽ നിന്നായിരിക്കും ചെയ്യുന്നത്. ചിലർക്ക് പക്ഷെ ലാപ്ടോപ്പ് ഉണ്ടാവും. ഇപ്പൊ ലാപ്ടോപ്പിൽ നിന്ന് ഗൂഗിൾ മീറ്റ് കയറിയിട്ട് മൊബൈലിൽ ചെയ്യുന്നവരുണ്ടാവും. ചിലപ്പോൾ നമുക്ക് മൊബൈൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഗൂഗിൾ മീറ്റിൽ കയറിയതിന് ശേഷം ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് വരുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആ ലിങ്കും ഓപ്പൺ ചെയ്ത് നമ്മൾ ആൻസർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എന്താ നമുക്കറിയാലോ, ഗൂഗിൾ മീറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ വേറൊരു ആപ്പിലേക്ക് പോകുമ്പോൾ നമ്മളുടെ മൊബൈലിന്റെ സ്ക്രീനിൽ ഒരു കോർണറിൽ പോയിട്ട് ആ ഗൂഗിൾ മീറ്റിന്റെ വീഡിയോ അങ്ങനെ ആയി കിടക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരേ ഡിവൈസിൽ നിന്ന് തന്നെ കയറാം. അതൊന്നും പ്രോബ്ലം ഇല്ല. പിന്നെ വീട്ടില് ചിലപ്പോ നെറ്റ്വർക്ക് ഒക്കെ ഉള്ള ഒരു ഏരിയ ഒക്കെ അറിയായിരിക്കുമല്ലോ. ഇപ്പൊ ഇത്രയും ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോ അങ്ങനെ ഒരു കോർണറിൽ തന്നെ പോയിരിക്കുക. ഡിസ്റ്റർബൻസ് ഒന്നും അധികം ഇല്ലാത്ത രീതിയിൽ കോർണറിൽ തന്നെ പോയിരിക്കുക. മഴയുണ്ട്, അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാം ഒന്ന് മനസ്സിൽ മുൻകൂട്ടി കണ്ടിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ടെൻഷൻസ് ഒന്നും വേണ്ട. മാം കുറച്ച് സമയം മുന്നേ മോഡൽ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് ഓപ്പൺ ആവുന്നില്ല. എനിക്ക് മാത്രമാണോന്ന് അറിയില്ല. എല്ലാവർക്കും അങ്ങനെയാണോ? അല്ല, ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ഓപ്പൺ ആവില്ല. ഗൂഗിൾ ഡ്രൈവ് അപ്ഡേറ്റ് അല്ലെങ്കിൽ അത് ഓപ്പൺ ആവില്ല. നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ. ഓക്കെ ആവശ്യമില്ലാത്ത ആപ്സ് ഒക്കെ ഒന്ന് ഡിലീറ്റ് മീൻസ് അൺഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ
രണ്ട് ലിങ്കും കൂടെ ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഷെയർ ചെയ്യണേ. ആദ്യത്തെ ലിങ്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് വീഡിയോ ഓപ്പൺ ആക്കിയിട്ട് ക്വസ്റ്റ്യൻ്റെ ലിങ്ക് വരുമ്പോൾ ഫോൺ നെറ്റ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഫോൺ ഹാങ് ആയി പോകും. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമാണ്. അപ്പോൾ പുതുതായിട്ട് എക്സാം എഴുതുന്നവർക്ക് അങ്ങനെ വല്ല ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ ടെൻഷൻ ആവരുത്. ഇനി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എക്സാം എഴുതി ഭയങ്കരമായിട്ടും ടെൻഷൻ ആയതുകൊണ്ട് ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണേ. എന്ന് വെച്ചാൽ ആദ്യത്തെ ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് ഓപ്പൺ ആയി വന്ന് നമ്മൾ ക്യാമറയൊക്കെ ഓൺ ആക്കി വെച്ചിട്ട് പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞായിരിക്കുമല്ലോ നമുക്ക് ക്വസ്റ്റ്യന്റെ ലിങ്ക് വരുന്നത്. അപ്പോൾ അതും ഓൺ ആവും. അതും നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ചിലപ്പോൾ ഒരു 2-3 ക്വസ്റ്റ്യൻ ചെയ്ത് വരുമ്പോഴത്തേക്കും ഫോണ് ഈ ഇഷ്യൂ കാരണം ഹാങ് ആയി പോകും. ഫുൾ ബ്ലാങ്ക് ആയി പോകും. നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ എനിക്ക് ടെൻഷനുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് കഴിഞ്ഞതിന് വന്നു. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കരുത്. എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് ഞാൻ ഷെയർ ചെയ്യാണ്. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് ആര്യ ഏത് എക്സാം എഴുതി? HA സ്മാർട്ട് ശ്രീയിൽ തന്നെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മാം. 2 ലിങ്ക് വന്നപ്പോഴത്തേക്ക് ഫോണിലല്ലേ, ഫോണാണ്. അപ്പോ വേറെ ഒന്നുമില്ല. അപ്പോ നമ്മള് നോർമലി നമ്മള് പേരൊക്കെ പറയുന്ന സമയത്ത് ഒന്നും കുഴപ്പമില്ലായിരുന്നു എനിക്ക്. പക്ഷെ ക്വസ്റ്റ്യൻ വന്ന് ലിങ്ക് ഓപ്പൺ ചെയ്ത് എനിക്ക് സത്യം പറഞ്ഞാൽ മെയില് അതിൽ ടൈപ്പ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഞാൻ വിചാരിച്ചു ഫോണിന്റെ കംപ്ലൈന്റ് ആയിരിക്കും. ഈ നൈറ്റും കൂടെ ആയതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ റേഞ്ച് ഉള്ള സ്ഥലത്തോട്ട് മാറിയിരിക്കാനൊന്നും പറ്റാത്ത സിറ്റുവേഷൻ അല്ലേ. പകലാവുമ്പോൾ നമുക്ക് വേറെ എവിടെയെങ്കിലും ഒക്കെ പോവാം. നൈറ്റ് ആകുമ്പോൾ അന്ന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലാസ്റ്റ് പിന്നെ അവിടെ റൂമിലിരുന്ന മാഡം എന്നെ വിളിച്ചെന്ന് പറഞ്ഞു. ഞാൻ ഇതൊന്നും കേൾക്കുന്നില്ല. എൻ്റെ വീഡിയോ ഒക്കെ ഓഫായിപ്പോയി. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ അതൊക്കെ പോയി. പിന്നെ ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. പിന്നെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ചെയ്തത് കൊണ്ട് എനിക്ക് ടൈം ഉണ്ടായിരുന്നു. പിന്നും കയറി എനിക്ക് അതുകൊണ്ട് അന്ന് എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ മാം പറഞ്ഞു കുഴപ്പമില്ല, അത് സബ്മിറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് വേറെ ഇഷ്യൂ ഒന്നും ഇല്ല. ലാസ്റ്റ് എക്സാമിനായിരുന്നു എനിക്ക് അന്ന് ആ ഒരു ഇഷ്യൂ ഉണ്ടായത്. എക്സ്പീരിയൻസ് ആയ ഒരാളുടെ കൂടെ. യെസ് മിസ്സേ, എൻ്റെ പേര് ലിസ്റ്റിൽ വന്നിട്ടില്ല മിസ്സേ. അപ്പോൾ ഫീസ് അടയ്ക്കാത്തതുകൊണ്ടാണെന്നാ പറഞ്ഞത്. പക്ഷെ 14th ഞാൻ മോർണിംഗ് ഫീസ് അടച്ചായിരുന്നു. അപ്പം ഇടാന്ന് പറഞ്ഞു. ഇതുവരെ ലിസ്റ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഇടുവായിരിക്കും. ഒരു കാര്യം ചെയ്താൽ മതി, എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യൂ ഫുൾ നെയിമും ഇമെയിൽ ഐഡിയും ബാച്ചും. മിസ്സിന്റെ നമ്പറിലോട്ട് ഞാൻ എന്നിട്ട് കഴിഞ്ഞ ദിവസം മിസ്സിനെ വിളിച്ചു നോക്കിയായിരുന്നു. അപ്പൊ എടുക്കുന്നില്ലായിരുന്നു. ഞാൻ പിന്നെ ഡ്യൂട്ടിയിലാണ്. ഞാനിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വന്ന് കയറിയത് നിങ്ങളുടെ ക്ലാസ് റൂമിലേക്കാണ്. പിന്നെ ഞാൻ അവിടെ വിളിച്ച് പറഞ്ഞായിരുന്നു. അന്നേരം ഇന്ന് ഇടുകയെന്നാ പറഞ്ഞ. കുറെ പേരുടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അത് ചെയ്യുന്നുണ്ടാവും, അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇത് എന്താ പറയാ, എന്ന് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ എനിക്ക് കിട്ടിയ മെസ്സേജ് അതുപോലെ കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ലിസ്റ്റിൽ വന്നില്ല. അപ്പം ഞാൻ അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ഞാൻ അത് വാട്സപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്ലാസ് കഴിയുമ്പോ മിസ്സിന് ഞാൻ വാട്സപ്പിൽ ഇടാം. വാട്സപ്പിൽ ഫുൾ നെയിം, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുത്തിരിക്കുന്ന പേരും ഇമെയിൽ ഐഡിയും ഫോൺ നമ്പർ ഒന്ന് തന്നാൽ മതി. ബാച്ച് ഏതാണെന്നും കൂടെ ഒന്ന് സ്പെസിഫൈ ചെയ്യണേ. അപ്പൊ അത് ഒന്ന് അങ്ങനെ അതെനിക്കൊന്ന് തന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ അവർക്ക് ഫോർവേഡ് ചെയ്യും. അത് അവര് ചെയ്യും, പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ, സോ വി ക്യാൻ ക്ലാസ്സിലേക്ക് പോവാം. സോ ലാസ്റ്റ് ക്ലാസ്സിൽ റെക്കോർഡ് ഡീറ്റെയിൽസ് പറയാം. നമ്മൾ എവിടെ വരെ തീർത്തു? ലൈക്ക് നിങ്ങൾക്ക് നമ്മളിപ്പോ എന്തായാലും പാർട്ട് 1 പാർട്ട് 2 നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കിട്ടി. പിന്നെ പാർട്ട് 3 ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. യെസ് പ്ലീസ്. എനിക്ക് പിള്ളേരുണ്ട്. അപ്പൊ ഒരാൾ LKG പഠിക്കുന്നത്. ഹസ്ബൻഡ് ആണെങ്കിൽ വരുമ്പോ എക്സാം ടൈം കഴിഞ്ഞിട്ടാ എത്തത്തുള്ളൂ. അപ്പൊ അവര് ഹാളിൽ ഉണ്ടാവും, എന്റെ കൂടെ ഉണ്ടാവും അവരൊന്നും. പ്രോബ്ലം മ്യൂട്ട് ചെയ്യുവല്ലേ? ഓക്കെ, മ്യൂട്ട് ചെയ്തേക്കുവല്ലേ? മ്യൂട്ട് ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ആ സബ്മിഷന്റെ സമയത്ത് പറയാൻ വേണ്ടി മാത്രം മൈക്കൊന്ന് ഓൺ ചെയ്താൽ മതി, അല്ലാതെ ഓൺ ചെയ്യേണ്ട ആവശ്യം വരില്ലല്ലോ. ഓക്കെ ഓക്കെ ഫൈൻ. സോ 40 questions from part 1 and 2, 10 questions from your English part. Okay, so ഇതൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസ്. ഇതിലൊക്കെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. വൺസ് ഒരു എക്സാം ടേം 1 ടേം 2 എഴുതി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മെയിൻ എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് അങ്ങനെ ഈ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. മെയിൻ എക്സാമിനൊരു പ്രാക്ടീസ് അത് തന്നെയാണ്. എങ്ങനെയാണ് എക്സാം, എങ്ങനെയാണ് അതിന്റെ രീതികൾ, ടൈം എങ്ങനെ ഷെഡ്യൂൾ ചെയ്യണം, ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും, നമ്മൾ ഏത് രീതിയിൽ പഠിച്ചു, എങ്ങനെ ഇനി പഠിക്കണം എന്നുള്ളതൊക്കെ മനസ്സിലാകും. ടേം 1 ആൻഡ് ടേം 2 ആൻസർ ചെയ്ത് കഴിയുമ്പോഴേക്കും, അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും. ഓക്കെ, സോ പാർട്ട് 3 ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നോ? ഇല്ല മാം.
ടീച്ചേഴ്സ് ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്തോ? അപർണ മാം മരിയ മോണ്ടിസോറി സ്റ്റാർട്ട് ചെയ്തു. Okay, unit 1 start either. So I'll be taking the lesson unit 3, that is law of natural development. Okay, അതാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ പാർട്ട് 1 and 2 ല്? ഓക്കെ അല്ലേ? എല്ലാം നോക്കിയിട്ട് ഇഷ്യൂ ഒന്നുമില്ലല്ലോ, സമയം കളയണ്ട. റെക്കോർഡ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ തന്നു അല്ലേ? റെക്കോർഡ് ഡീറ്റെയിൽസ് 1 ഉം 4 ഉം മാത്രമേ തന്നിട്ടുള്ളൂ. അതെ മാം, 1 ഉം 4 മാത്രം. വൺ തിങ് നമുക്ക് സെക്കൻഡും തേർഡും കൂടെ നോക്കാം. കാരണം റെക്കോർഡ് നിങ്ങൾ പാരലലി കുറേശ്ശായിട്ട് എഴുതി പോവുക. സെക്കൻഡും തേർഡിനുമാണ് സമയം എടുക്കുന്നത്. എന്ന് വെച്ചാൽ അത് തന്നെത്താനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ പല ബാച്ചിലുള്ള കുട്ടികളും തന്നെത്താനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുമ്പോൾ അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. എല്ലാവരും കോപ്പി ചെയ്യുവാണ് ചെയ്യുന്നത്. അതായത് ഓൾറെഡി ഉള്ള കഥകളും ഓൾറെഡി ഉള്ള റൈംസും തന്നെയാണ്. വളരെ ചുരുക്കം പേര് മാത്രമാണ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ചിലര് 1 or 2 ഒക്കെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി മുഴുവനും കോപ്പി പേസ്റ്റ് ചെയ്യുവാണ്. അപ്പൊ ഇതിന് ടൈം എടുക്കും. എന്ന് വെച്ചാൽ സ്റ്റോറി എഴുതണം, ക്രൈം എഴുതണം, നോവൽ എഴുതണം, ഡ്രാമ എഴുതണം. ടെൻഷൻ വേണ്ട, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. തുടങ്ങുമ്പോൾ നിങ്ങൾക്കൊരു ബ്ലോക്കിംഗ് ഫീൽ ചെയ്യും. എനിക്ക് എങ്ങനെ പറ്റും? എഴുതുന്നവരുണ്ടാവും, അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഇതുവരെയും അങ്ങനെയൊന്നും എഴുതാൻ ശ്രമിക്കാത്തവർക്കുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളുടെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി അത് കുറച്ചുകൂടെ പുറത്തേക്ക് കൊണ്ടുവരാം. നമ്മുടെ പൊട്ടൻഷ്യൽ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നെങ്കിൽ എങ്ങനെ നമുക്ക് കുട്ടികളുടെ പൊട്ടൻഷ്യലിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും? സോ അത് ഉദ്ദേശിച്ച് കുറച്ചൊരു മൈൻഡ്ഫുൾനെസ്, ഒരു മെഡിറ്റേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ എഴുതാനായിട്ട് ഇരിക്കുക. റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യുന്നതല്ല, അതിന്റെ ഒപ്പം തന്നെ നമ്മൾ, അതായത് പാർട്ട് 3 എടുക്കുന്നതിനൊപ്പം തന്നെ മോഡ്യൂൾ 3 പ്രാക്ടിക്കൽ സെഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പ്രാക്ടിക്കൽ സെഷൻ കഴിയുമ്പോഴേക്കും നമുക്ക് വൈവ ബേസ് ചെയ്ത് ചോദിക്കുന്നത് മുഴുവനും പ്രാക്ടിക്കൽ സെഷനാണ്. നമുക്ക് വൈവ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ തിയറി കഴിയുമ്പോഴേക്കും വൈവ കഴിയും. തിയറി എക്സാം കണ്ടക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ റിസൾട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ്, അല്ലെങ്കിൽ പറ്റുന്നത് തിയറി എക്സാം കഴിഞ്ഞ് വീണ്ടും വൈവയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴേക്കും പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഡിലേ ആവുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പാർട്ട് 3യുടെ ഒപ്പം തന്നെ പ്രാക്ടിക്കൽസ് കൊടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഏറ്റവും നിങ്ങൾക്കായിരിക്കും അതിന്റെ ഏറ്റവും ബെനിഫിറ്റ്സ് കിട്ടുന്നത്. ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പാർട്ട് 3 മോണ്ടിസോറി മെത്തേഡും ഉള്ളിലേക്ക് വരും. പ്രാക്ടിക്കൽസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ മെറ്റീരിയൽസ് യൂസ് ചെയ്യേണ്ടതെന്നും, ഈവൻ ദോ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ് മാത്രമല്ല, നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് കുട്ടികൾക്ക് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം, എങ്ങനെ അത് അവരെ മനസ്സിലാക്കിക്കാം, അത് കൊടുക്കുമ്പോൾ അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മളിലുണ്ടാകുന്ന മാറ്റങ്ങൾ എല്ലാം നമുക്ക് മനസ്സിലാവും. അതിൽ നമുക്ക് പാർട്ട് 3യുടെ ഒപ്പം തന്നെ പോവാം. തിയറി ആണ് പാർട്ട് 3, അതിന്റെ പ്രാക്ടിക്കൽസ് ആണ് മോഡ്യൂൾ 3. മോഡ്യൂൾ 3യിൽ വരുന്ന പ്രാക്ടിക്കൽസ് മോണ്ടിസോറി അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസ്. ഫിഫ്ത് റെക്കോർഡ് മോണ്ടിസോറി അപ്പാരറ്റസ് ആണ്. മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് ഫിഫ്ത് റെക്കോർഡ്. അപ്പൊ അത് നല്ലതുപോലെ എഴുതിയിട്ടുള്ള ഒരു റെക്കോർഡിന്റെ കോപ്പി നമ്മൾ അന്ന് തരും. അതിന്റെ സ്കാൻഡ് കോപ്പി തരും. അത് നോക്കി കോപ്പി ചെയ്ത് വെച്ചാൽ മതി. അതെന്ന് പറഞ്ഞാൽ കോപ്പി ചെയ്യാനുള്ള ടൈം മാത്രം. പിന്നെ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്ത് അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് അത് പേസ്റ്റ് ചെയ്യണം ലെഫ്റ്റ് സൈഡിൽ. അത് മാത്രമേ ഉള്ളൂ ഫിഫ്ത് റെക്കോർഡിലെ ജോലി. അത് പക്ഷെ വായിക്കണം. കാരണം ഓരോ മെറ്റീരിയൽസിനെ കുറിച്ചുള്ള പ്രിൻസിപ്പൽ, ഫീച്ചേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് കൂടുതൽ നമ്മൾ വാരി വലിച്ച് എഴുതിയിട്ടുമില്ല. മോണ്ടിസോറി മെത്തേഡ് പോലെ സിമ്പിൾ ആയിട്ട് ബ്രീഫ് ചെയ്തിട്ടേ ഉള്ളൂ. കാരണം മോഡ്യൂൾ 3 മുഴുവനും അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിടക്കുന്നുണ്ട്. അപ്പൊ വീണ്ടും വീണ്ടും ഒരു ബുക്കിലേക്ക് കോപ്പി ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം. അതാണ് ഫിഫ്ത് റെക്കോർഡ്. ഫോർ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് സെക്കൻഡും തേർഡും ആണ് പറയാനുള്ളത്. സോ ഫസ്റ്റ് സെക്കൻഡ് റെക്കോർഡ് ഞാൻ എന്റെ റെക്കോർഡ് ഒന്ന് എടുക്കട്ടെ കേട്ടോ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം.
ഫസ്റ്റ് വൺ ആൽഫബറ്റിക്കൽ സോങ്സ്. നമ്മൾ കുട്ടികൾക്കാണ് വേണ്ടിയിട്ടാണ് ഇത് ഓരോന്നും എഴുതുന്നത്. അപ്പം മനസ്സിൽ അതുണ്ടായിരിക്കണം. ഒത്തിരി ഭയങ്കര ടഫായിട്ടുള്ള വേർഡ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട. സിമ്പിൾ വേർഡ്സ് ഉപയോഗിച്ച് ഒരു വളരെ കുറച്ച് ലൈൻസ്, ഒരു 6, 8, 10, 12 ലൈൻസ് ഒക്കെ മാക്സിമം മതി. അതിൽ കൂടുതലുണ്ട്. കാരണം അവർക്ക് അത്രയും കേൾക്കാനുള്ള താല്പര്യമൊന്നും ഉണ്ടാവില്ല. അവർക്ക് ഫുൾ ആക്ടിവിറ്റി, ആക്ഷൻസ് ആയിരിക്കും താല്പര്യം. അപ്പൊ ഈ ഓരോ റൈമും ആക്ഷൻ സോങ് പോലെ അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. നമ്മൾ ത്രൂ ഈ ആക്ഷൻ സോങ്സ് അല്ലെങ്കിൽ സ്റ്റോറി നറേഷൻ കുട്ടികളിലേക്ക് പല വാല്യൂസ് അല്ലെങ്കിൽ പല ഇൻഫർമേഷൻ, പല കാര്യങ്ങൾ പഠിക്കാൻ, നമ്പർ പഠിക്കാൻ, ആൽഫബറ്റ്സ് പഠിക്കാൻ, കൗണ്ടിങ് പഠിക്കാൻ, അതുപോലെ തന്നെ ഗുഡ് മാനേഴ്സ്, ഗുഡ് ഹാബിറ്റ്സ്, ഇതെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള റൈമും സ്റ്റോറിയുമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതൊന്നും മനസ്സിൽ വേണം. എന്തെങ്കിലും എഴുതി വെക്കുക എന്നുള്ളതല്ല. ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ ആൽഫബറ്റിക്കൽ സോങ്സ്. അപ്പൊ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? കുട്ടികളെ ആൽഫബറ്റ്സ് പഠിപ്പിക്കാനുള്ള സോങ്. പിന്നെ ഇതിന്റെ ടൈറ്റിൽ നോക്കുക, ഇല്ലിസ്ട്രേറ്റഡ് ആക്ഷൻ റൈം ബുക്ക് എന്നാണ്. അതായത് ഓരോ റൈമിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇല്ലിസ്ട്രേഷൻ വേണം, അതായത് പിക്ചർ വേണം. അത് നമുക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് എവിടെന്നെങ്കിലും കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഞാൻ അങ്ങനെ അധികം വരച്ചിട്ടൊന്നുമില്ല. കൂടുതലും ആ റിലേറ്റഡ് ഏതാണോ അതുമായിട്ട് റിലേറ്റഡ് ആകുന്ന പിക്ചേഴ്സ് മാത്രമാണ് കളക്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുള്ളൂ. ഓക്കെ, സോ ആൽഫബറ്റിക്കൽ സോങ്സ് 2 വീതം എഴുതണം. റൈംസിലാണ് 2 എഴുതേണ്ടത്. സ്റ്റോറി റെക്കോർഡിൽ നമുക്ക് ഓരോന്ന് മതി. റൈമില് നമുക്ക് 2 വേണം. ഞാൻ എഴുതിയിരിക്കുന്നത് ഞാൻ നിങ്ങൾ ഒന്ന് വായിച്ചത് കേൾപ്പിക്കാം. അത് കേൾക്കുമ്പോൾ മനസ്സിലാവും എങ്ങനത്തെ എഴുതണം എന്നുള്ളത്. ഇതിലും ഭംഗിയായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഞാൻ അത്ര ഇതായിട്ടൊന്നും എഴുതിയിട്ടില്ല. ചില റൈമിങ് വേർഡ്സ് ഒക്കെ വരുന്നത് എഴുതുവാണെങ്കിൽ നല്ല ടോണിൽ പാടാനൊക്കെ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിട്ട് കുട്ടികളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആൽഫബറ്റിക്കൽ സോങ്ങിലെ ഫസ്റ്റ് വൺ ABCD, കം ടുഗദർ, EFGH, സ്റ്റാൻഡ് ടുഗദർ. നമുക്ക് ആക്ഷൻസും കാണിപ്പിക്കാം കുട്ടികളെ ഇതുകൊണ്ട്. IJKL, സിറ്റ് ടുഗദർ, MNOP, ജംപ് ടുഗദർ, QRST, റൺ ടുഗദർ, UVW, ക്ലാപ്പ് ടുഗദർ, XYZ, സ്റ്റേ ടുഗദർ. ഈ രീതിയിലാണ് ഞാൻ എഴുതിയത്. അപ്പൊ എന്റെ കുട്ടികളുടെ ബുക്കിലെ ഒരു ക്ലാസ് റൂമിൽ കുട്ടികൾ ഇരിക്കുന്ന രീതിയിലുള്ളൊരു പിക്ചർ ഉണ്ടായിരുന്നു. അത് ഞാൻ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തു. പിന്നെ നമുക്ക് സ്റ്റെൻസിൽ കിട്ടും, വലിയൊരു സ്റ്റെൻസിൽ കിട്ടുമല്ലോ. അത് വെച്ചിട്ട് ഞാൻ ആൽഫബറ്റ്സ് ഒന്ന് എഴുതി വെച്ചു. ക്ലിയർ ആയോ? പിന്നെ നെക്സ്റ്റ് ഒരു ടീച്ചറും കുട്ടിയും കൂടിയുള്ള രീതിയിൽ അതും ഇതുപോലെ ടെക്സ്റ്റ് ചെയ്ത് കട്ട് ചെയ്തതാണ്. ആ രീതിയിലുള്ള ഒരു ഇതാണ് എഴുതിയത്. Come dear children, we will sing together. ABCD, EFG, clap your hands, clap, clap, clap. HIJK, LMNOP, nod your head, nod, nod, nod. QRST, UVW, stamp your feet, stamp, stamp, stamp. XYZ, shout hooray, 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 hooray. ഇതാണ് ഞാൻ ആൽഫബറ്റിക്കൽ സോങ് ആയിട്ട് 2 എഴുതിയത്. നെക്സ്റ്റ് ഇതുപോലെ തന്നെ നമ്പർ സോങ്സ്. അവിടെയും സ്റ്റെൻസിൽ യൂസ് ചെയ്തിട്ട് നമ്പേഴ്സ് എഴുതി ഒരു ക്ലാസ് റൂമിൽ ടീച്ചറും കുട്ടികളും ആ ഒരു രീതിയിൽ തന്നെയാണ് പേസ്റ്റ് ചെയ്തത്. പിന്നെ ഇതും കുറച്ച് ആക്ഷൻസ് വരുന്ന രീതിയിൽ കുട്ടികൾക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന പോലെ തന്നെ ഒരു റൈം. 1, 2, enter the class. 3, 4, keep your bags down. 5, 6, say your prayers. 7, 8, smile each other. 9, 10, wish each other. Say hi, say hello, say good morning, be happy, happy, happy. ഈ രീതിയിലാണ് ഞാൻ നമ്പർ സോങ് എഴുതിയത്. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ, അതും ഒരു ക്ലാസ് റൂം പോലെ. അതൊരു സാപ്ലിംഗ് നടുന്നതിന്റെ രീതിയിലുള്ള ഒരു നമ്പർ സോങ് ആണ് ചെയ്തത്. Say 1, plant a tree. Say 2, water daily. Say 3, care it well. Say 4, plant more trees. Say 5, make a beautiful garden. Say 6, make it awesome. Say 7, touch and see the beauty. Say 8, feel the fragrance. Say 9, don't pluck the flowers.
സേ 10, ലവ് ദം ഓൾ. ആ ഒരു രീതിയിൽ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഓരോരോ ഇൻഫർമേഷൻസ് കുട്ടികളിലേക്ക് കിട്ടും. ക്യാപ്സൂൾ പോയംസ് 4 ലൈൻസ് മാത്രം, കുഞ്ഞി കവിതകളിലെ നമ്മുടെ കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകൾ പോലെ അതുപോലത്തെ 2 ക്യാപ്സൂൾ പോയംസ്. ഞാൻ എഴുതിയത് റാറ്റ് റാറ്റ് റൺ റൺ, ക്യാറ്റ് ക്യാറ്റ് ചേസ് ചേസ്, റാറ്റ് റൺ ക്യാറ്റ് ചേസ്, റൺ റൺ ചേസ് ചേസ്. വലിയ സ്ട്രക്ചർ ഉള്ള സെന്റൻസും അല്ല, പക്ഷെ ഒരു റൈം ഉണ്ട് കുട്ടികൾക്ക് പറഞ്ഞു. അതാണ് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷിൽ എഴുതണം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് മിസ്റ്റേക്കും വരരുന്നില്ല. സെക്കൻഡ് ക്യാപ്സൂൾ പോയം എഴുതിയത് ഫ്ലവേഴ്സിനെ കുറിച്ചായിരുന്നു. ഫ്ലവേഴ്സ് ബ്ലൂം, ഫ്രാഗ്രൻസ് സ്പ്രെഡ്സ്, ബേർഡ്സ് സിംഗ്, സ്വീറ്റ്നെസ് ഫ്ലോസ്. അത്ര മാത്രം. 4 വരിയില് റൈമും എഴുതി അതിന്റെ കറസ്പോണ്ടിങ് പിക്ചേഴ്സ് വരയ്ക്കുകയാണ് ചെയ്തത്. എന്നിട്ട് കളർ ചെയ്തു, ഓയിൽ പേസ്റ്റൽസ് യൂസ് ചെയ്തിട്ട് കളർ ചെയ്തു. ഞാനിപ്പോ റാറ്റിനെയും ക്യാറ്റിനെ പറ്റി അല്ലെങ്കിൽ ഫ്ലവേഴ്സിനെ പറ്റി ബേർഡ്സിനെ പറ്റി എഴുതി എന്നുള്ളതല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ച് എഴുതാട്ടോ. നെക്സ്റ്റ് വൺ എനിക്ക് അത്ര നന്നായിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റിയൊന്നുമില്ല. ഫോക്ക് സോങ്സ്, നമ്മുടെ നാടൻ പാട്ടുകളില്ലേ, അപ്പോ നമ്മൾ മലയാളത്തിൽ കേട്ടിട്ടുണ്ട്. ഇത് ഇംഗ്ലീഷിൽ നമ്മളിപ്പോ നാടൻ പാട്ട് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ എന്ത് ചെയ്തു, ഈ ചില വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യില്ലേ, ഹുറേ ഹുറേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കുറെ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് ചുമ്മാ എഴുതി. ഒരു കുട്ടി ഇങ്ങനെ കൈകൊട്ടി പാടുന്ന രീതിയിലുള്ള ഒരു പിക്ചർ ഒട്ടിച്ചു എന്ന് മാത്രം. നമ്മൾക്കറിയാലോ, നമ്മളുടെ ഫീൽഡിലൊക്കെ ഫാമേഴ്സ് അവര് ജോലി ചെയ്യുമ്പോൾ ചിലപ്പോ ചില ടോണിലൊക്കെ ഇങ്ങനെ പാട്ട് പാടിയിട്ടൊക്കെയല്ലേ അവര് ഓരോ ജോലിയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഈ മരം മുറിക്കുന്നിടത്ത് അവര് ഇതുപോലെ തന്നെ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കും. അതുപോലെ ഫിഷർമെൻ അവരും മീൻ പിടിക്കാൻ പോകുമ്പോൾ ചില പാട്ടുകളൊക്കെ പാടില്ലേ, അതൊക്കെ മനസ്സിൽ വെച്ചിട്ടൊക്കെയാണ് ചിലതൊക്കെ എഴുതിയത്. എഴുതിയപ്പോൾ ഇതിനകത്ത് എഴുതിയത് ഹിപ് ഹിപ് ഹുറേ ഹുറേ, farmers sang together happily, hares waved their head in the wind, birds sang together coo 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 coo, they happily fly together, everyone feeling happy, singing together la la la, nature also feeling happy when it touches by the raindrops. ആ ഒരു രീതിയിൽ ആണ് ഞാൻ എഴുതിയത്. പിന്നെ ഫിഷർമാൻ പോകുന്നതായിട്ടുള്ള ഒരു പിക്ചർ ഒട്ടിച്ചു. നാടൻ പാട്ട് എനിക്ക് അങ്ങനെ ഭയങ്കര രസമായിട്ട് ഞാൻ ചെയ്തത് അത്ര ഇതായിട്ട് തോന്നിയില്ല. ഹിയ 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 ഹിയ, ഫിഷർമെൻ ഗ്രീറ്റ് ടുഗദർ, ഹാ 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 ഹാ, ദേ സാങ് ടുഗദർ, ഹിയ ഹിയ ഹാ ഹാ, ദേ റോ ദെയർ ബോട്ട് ടു സീ ഫോർ ക്യാച്ചിങ് ഫിഷ്, സിംഗിങ് യോ യോ ലാ ലാ, ഷൗട്ടിങ് ഹുറേ ഹുറേ. അങ്ങനെയൊക്കെ പറഞ്ഞ ചുമ്മാ വാക്കുകൾ ചേർത്ത് വെറുതെ ചെയ്തു എന്നേ ഉള്ളൂ. എനിക്ക് കുറച്ചുകൂടെ ഭംഗിയാക്കാം. പിന്നെ റിഡിൽ സോങ്സ്, നമുക്കറിയാം റിഡിൽ കടങ്കഥ അല്ലെ. സോങ് ഇങ്ങനെ കടങ്കഥ പോലെ ഇങ്ങനെ ചോദിക്കണം, ലാസ്റ്റ് അതിന്റെ ആൻസർ എന്നുള്ള രീതിയിൽ. ഐ ക്യാൻ ഫ്ലൈ ഹൈ, ഐ എം നോട്ട് എ ബേർഡ്, ഐ എം കളർഫുൾ, ഐ ഹാവ് നോ വിങ്സ്, everyone likes me, all are my friends, but I need thread and you, then only I can fly, tell me my friend, who am I? Kite, kite, beautiful kite. അപ്പൊ കൈറ്റ് എന്ന ആൻസർ കിട്ടുന്ന രീതിയിൽ ഞാനൊരു റിഡിൽ എഴുതിയത് മാത്രം. നെക്സ്റ്റ് വൺ, I am yellow and like a ball, my house is at sky, I give light to grow, I will shine all the day, I will hide in the night, you cannot reach at me, sorry I am too hot my dear, yes it is the shining sun. അങ്ങനെ ഇങ്ങനെ വരച്ചു. ഓക്കെ, റിഡിൽ സോങ് 2 അതായിരുന്നു. ഇനി പ്രൊവൈഡ്സ് സയന്റിഫിക് നോളജ് ടൈപ്പ്, ഞാൻ അതിന് സോളാർ സിസ്റ്റം വെച്ചിട്ടാണ് ആ ഒരു റൈമിന്റെ ഒരു റൈം എഴുതിയത്. സോളാർ സിസ്റ്റത്തിന്റെ പിക്ചർ ഒക്കെ 1 2 3 4 5 6 7 8, there are 8 planets അങ്ങനെയൊക്കെ പറഞ്ഞു. Our earth is one of them, earth is round in shape, it looks like a fruit bowl, sun is a big hot star അങ്ങനെയൊക്കെ പറഞ്ഞു. Stars give out their own light, sun gives heat and light, all the planets revolve around the sun. പിന്നെ എഴുതിയത് നമ്മളുടെ എക്സ്റ്റേണൽ ഓർഗൻസിനെ കുറിച്ചായിരുന്നു.
ഇതൊക്കെ കുട്ടികളുടെ ടെക്സ്റ്റ് ചെയ്യുന്ന EVSC എന്നൊക്കെ കിട്ടിയ പിക്ചേഴ്സ് ആണ്. അത് വെച്ചിട്ട് ഒരു സയന്റിഫിക് നോളജ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ ഒരു റൈം. We have to eyes help us to see. കുട്ടികൾ പഠിക്കുകയും ചെയ്യുമല്ലോ ഇന്റേണൽ ഓർഗൻസിനെ കുറിച്ച്. അങ്ങനെ എല്ലാ ഓർഗൻസിനെ കുറിച്ചും എഴുതി. ഈ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ടൈം അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഞാൻ ഇതിനകത്ത് ഫ്ലവേഴ്സിനെ കുറിച്ചും പിന്നെ മാംഗോ അങ്ങനെയൊക്കെ ആൻസർ കിട്ടുന്ന രീതിയിലുള്ള ഒരു റൈമാണ് എഴുതിയത്. Which is the yellow color flower? It is sunflower. Which flower? അതായത് ഫസ്റ്റ് സെന്റൻസിൽ ക്വസ്റ്റ്യൻ വരണം, സെക്കൻഡ് ആൻസർ വരണം. അങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ് വേണം റൈം ചെയ്യാനായിട്ട്. Which flower grows on water? It is lotus. അപ്പൊ അതിന്റെയൊക്കെ പിക്ചർ ഒട്ടിക്കാം. Which plant has got thorns? It is rose plant. Which is a medicinal plant? It is a basil plant. Who is the king of fruits? It is mango. ആ ഒരു രീതിയിലാണ് എഴുതിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പിൽ തന്നെ അനിമൽസിനെ കുറിച്ചും അതർ ക്രീച്ചേഴ്സ് ബേർഡ്സ് അതിനെ കുറിച്ചൊക്കെ എഴുതി. Who guards our house? It is a dog. Who has got black and white stripes? It is zebra. Who has got colorful wings? It is butterfly. Who has got beautiful feathers? It is peacock. Who is the biggest land animal? It is elephant. അങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ്. ഈ പ്രൊവൈഡ്സ് ജനറൽ നോളജ്. ഇത് ഞാൻ എഴുതിയത് ഒരു സാപ്ലിംഗ്, ഒരു സീഡ് ഇങ്ങനെ ഒരു ഫാർമർ സോ ചെയ്തു, അതിന് വെള്ളം ഒഴിച്ചു, അതങ്ങനെ ചെടിയായി, പിന്നെ വലിയ ട്രീ ആയി, അതിന് നിറയെ ടേസ്റ്റി ഫ്രൂട്ട്സ് വന്നു, എല്ലാവരും ഫ്രൂട്ട്സ് കഴിച്ചു, അതിന്റെ ഷെയ്ഡിൽ റെസ്റ്റ് ചെയ്തു. ആ ഒരു രീതിയിലായിരുന്നു ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതും കുട്ടികളുടെ EVSCന്ന് കിട്ടിയ ഒരു പിക്ചേഴ്സ് ആയിരുന്നു. എങ്ങനെയാണ് ഒരു മരം, അങ്ങനെ അത് പിക്ചേഴ്സ് വെച്ചിട്ട് അത് പിന്നെ റൈമാക്കി എഴുതി. പിന്നെ സെക്കൻഡ് വൺ ആയിട്ട് എഴുതിയത് ഇത് അനിമൽസിനെ കുറിച്ചായിരുന്നു. അവരുടെ അവരുടെ ഷെൽട്ടർ. Okay, we live in our sweet home. Animal friends also have home. Cow and goat live in a shed. A dog lives in a kennel. Hen has a coop and horse has a stable. King of forest is the lion who has got a den. Biggest land animal is elephant. Tallest animal is giraffe. Both live under the trees. Everyone has got sweet home. Sweet home. ആ ഒരു രീതിയിൽ ഓരോ അനിമൽസിന്റെയും ഷെൽട്ടർ അത് വെച്ചിട്ടായിരുന്നു അത് എഴുതിയത്. ഹെൽത്തി ഹാബിറ്റ്സ് ടൈപ്പ് അത് ഇതുപോലെ തന്നെ ടെക്സ്റ്റുകളിൽ ഉണ്ടായിരുന്ന കുറെ ഹെൽത്തി ഹാബിറ്റ്സ് ഉണ്ടല്ലോ. കുളിക്കുന്നത്, ബ്രഷ് ചെയ്യുന്നത്, രാവിലെ എണീക്കുന്നത്, അങ്ങനെ കൈ കഴുകുന്നതൊക്കെ രീതിയിലുള്ളത്. early to bird, early to rise, make everyone healthy one. Brush your teeth twice a day, make your smile white as milk. Wash your hands before and after every meal. Take a bath twice a day. You can feel and see best of you only. ആ ഒരു രീതിയിലാണ് ഇത് എഴുതിയത്. നെക്സ്റ്റും ഇതുപോലെ തന്നെ ഹെൽത്തി ഹാബിറ്റ്സ്. Pray to God. എന്തോ താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ടില്ലേ? ഈ PDF ഷെയർ ചെയ്തിട്ടില്ലേ? ഇല്ല മാം. ഉണ്ട്, തന്നിട്ടുണ്ട്. ഇല്ല, എല്ലാ റെക്കോർഡിന്റെ ഡീറ്റെയിൽസും മിസ് തന്നിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പിലുണ്ട്, നമ്മുടെ ഗ്രൂപ്പിൽ കിടപ്പുണ്ട്. ഓക്കെ. So the second ഇതുപോലെ തന്നെ healthy habits. Pray to God every day and every day. Have healthy food in time. Then only you get power. Comb your hair regularly. You can see how nice it is. Trim your nails regularly. It should be good for you. Wear neat and clean clothes. Then you can see how smart you are. Be about great people. ഞാൻ ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ചും മദർ തെരേസയെ കുറിച്ച് രണ്ടെണ്ണം എഴുതണല്ലോ. മദർ തെരേസയെ കുറിച്ചുമാണ് എഴുതിയത്. ഓക്കെ, അവരുടെ പിക്ചേഴ്സ് ഒട്ടിക്കാനും ബുദ്ധിമുട്ടില്ലല്ലോ.
പിന്നെ അബൌട്ട് ആനിമൽസ്, അത് ഞാൻ അനിമൽ സൗണ്ട് വെച്ച് എഴുതി. വി ക്യാൻ മേക്ക് സോ മെനി സൗണ്ട്സ്, അനിമൽസ് ക്യാൻ മേക്ക് ദെയർ ഓൺ സൗണ്ട്സ്. ഡോഗ് ബാർക്സ്, ബൗ ബൗ ബൗ. കാറ്റ് മ്യൂസ്, മ്യോ മ്യോ മ്യോ. അങ്ങനെ ആ രീതിയിൽ. കൗ മൂസ്, മോ മോ മോ. ഷീപ്പ് സേസ് ബാ ബാ ബാ. ഹോഴ്സ് സേസ് നേ നേ നേ. ഡോങ്കി സേസ് ബ്രേ ബ്രേ ബ്രേ. എലിഫന്റ് ട്രംപറ്റ് loudly. Lion and tiger roar aloud. ആ ഒരു രീതിയിൽ അതിന്റെ പിക്ചേഴ്സ് എല്ലാം ഒട്ടിച്ചു അനിമൽസ്. രണ്ടാമത് എഴുതി ഓരോ അനിമൽസിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന ഹെൽപ്പ്. കൗ ആൻഡ് ഗോട്ട് give us milk, so was buffalo too. Sheep gives us wool, so was make into clothes. Dog guards our home, he is too close to men. Oxen helps farmers in fields, so as to make our work easy. Wild animals live in jungle, they are really good and cute. About birds, birdsനെ കുറിച്ചും ഇതുപോലെ തന്നെ എഴുതാം. ബേർഡ്സ് അതിന്റെ പിക്ചേഴ്സ് കൊടുക്കാം. അങ്ങനെ ബേർഡ്സിന്റെ ശബ്ദവും അവരുടെ രീതികളും അങ്ങനെയൊക്കെ ആയിട്ടാണ് എഴുതിയത്. അങ്ങനെ രണ്ടെണ്ണം എഴുതി. പിന്നെ പ്രെയർ സോങ്സ്, ഓൾറെഡി നിങ്ങളോട് പ്രെയർ സോങ് ആദ്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ നത്തിങ് റിലീജിയസ് ആ ഒരു രീതിയിൽ പ്രെയർ സോങ് ചെയ്തു. അതാണ് നമ്മുടെ ലാസ്റ്റ് റൈമിലെ ആക്ടിവിറ്റി. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. അടുത്ത സ്റ്റോറിയാണ്. ഇതും ഓരോന്ന് മതി. ഓരോന്നിന്റെ പിക്ചേഴ്സ് വരയ്ക്കോ അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യുകയോ ചെയ്യാം. ഓൺ ആയിട്ട് ചെയ്യണം, അതായത് നിങ്ങൾ തന്നെ താനെ ക്രിയേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അത് കുട്ടികളിലേക്ക് നല്ല വാല്യൂസും മോറൽ വാല്യൂസ്, ഗുഡ് മെസ്സേജ് അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ റൈമും സ്റ്റോറീസും. അപ്പൊ അവരെ അങ്ങനെ ലെക്ചർ ക്ലാസ് എടുക്കുന്ന പോലെ അങ്ങനെ പറയാം. അത് അവർക്ക് അബ്സ്ട്രാക്ട് ഐഡിയാസ് അറിയില്ല. അവർക്ക് കോൺക്രീറ്റ് ആയിട്ട് കാര്യങ്ങൾ അവർക്ക് കാണുന്നത്, മനസ്സിലാക്കുന്നത്, ഫീൽ ചെയ്യുന്നത് അതൊക്കെ കിട്ടുള്ളൂ. അല്ലാണ്ട് അവരോട് ആലോചിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഇമാജിൻ ചെയ്യാനൊന്നും അവർക്ക് അങ്ങനെ പറ്റില്ല. അത്രയ്ക്ക് പ്രായമായില്ലല്ലോ. അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജസിൽ അവർക്ക് കോൺക്രീറ്റ് ഐഡിയാസ് മാത്രമേ കിട്ടുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ സ്റ്റോറീസും റൈംസും. കുട്ടികൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണ്. കഥ പറയുമ്പോൾ നമ്മുടെ വോയിസ് മോഡുലേഷൻ അതിനനുസരിച്ച് പറയണം. ആ കഥയ്ക്ക് അനുസരിച്ചുള്ള ക്യാരക്ടേഴ്സിന്റെ മാസ്ക് ഉണ്ടെങ്കിൽ അതും നന്നായിരിക്കും. അവർക്ക് അത് ഇഷ്ടപ്പെടും, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. റിപ്പീറ്റ് ചെയ്യാനായിട്ട് പറയും. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മോറൽ സ്റ്റോറിയാണ്, ഒരു മോറൽ വാല്യൂ ഒരു കിട്ടുന്ന രീതിയിലുള്ള ഒരു മോറൽ സ്റ്റോറിയാണ്. ഞാൻ ടൈറ്റിൽ കൊടുക്കണം. ഓരോ സ്റ്റോറിക്കും ആ സ്റ്റോറിക്ക് അനുസരിച്ച് സ്റ്റോറിക്ക് മാച്ച് ആവുന്ന രീതിയിലുള്ള ടൈറ്റിൽ കൊടുക്കണം. ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന മോറൽ സ്റ്റോറിയുടെ ടൈറ്റില് പങ്ക്ച്വാലിറ്റി എന്നായിരുന്നു. ഞാനൊരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് ഞാൻ എഴുതിയത്. എല്ലാത്തിലും വളരെ ആക്റ്റീവായി ക്ലാസ്സിൽ നല്ലപോലെ പഠിക്കും. അതുപോലെ തന്നെ ബാക്കി ഡാൻസ്, മ്യൂസിക് എല്ലാത്തിലും വളരെ ആക്റ്റീവായ ഒരു കുട്ടിയെ പറ്റിയിട്ടാണ് എഴുതിയത്. പക്ഷെ ഒരു ചെറിയ പ്രോബ്ലം അവൾക്കുണ്ടായിരുന്നു. അവൾ ചില സമയത്ത് അങ്ങ് മടി പിടിക്കും. പിന്നെ ചെയ്യാം ആ ഒരു രീതിയിൽ മടി പിടിക്കും. നമുക്കറിയാം എല്ലാവരിലും അതുപോലെ ഒരു ചെറിയൊരു പ്രശ്നം വരാറുണ്ട് മിക്കവരിലും. അല്ലെ, വലുതായാലും പിന്നെ ചെയ്യും. എല്ലാം ടൈമിൽ ചെയ്യില്ല. പക്ഷെ സംഭവം പരീക്ഷയൊക്കെ അടുക്കുമ്പോൾ എങ്ങനെയെങ്കിലൊക്കെ പഠിച്ച് നല്ല മാർക്ക് കിട്ടും. നല്ല മാർക്ക് കിട്ടുമ്പോഴേക്കും ഓവർ കോൺഫിഡൻസ് ആണ്. ലാസ്റ്റ് മൊമെന്റിൽ ചെയ്താലും എനിക്ക് കിട്ടും ആ ഒരു രീതിയിൽ ഓവർ കോൺഫിഡൻസ് വന്നു. ആര് പറഞ്ഞാലും കേൾക്കില്ല, സമയത്ത് ചെയ്യണം. അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് സ്റ്റഡീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് PG എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു റെപ്യൂട്ടഡ് ഒരു ഫേമില് ജോബിന് വേണ്ടിയിട്ട് ഒരു അവസരം വന്നു, ഓപ്പർച്യൂണിറ്റി വന്നു. വേഗം അവിടെ അപ്ലൈ ചെയ്തു. അവർ ഇന്റർവ്യൂവിന് വിളിച്ചു. ആസ് യൂഷ്വൽ ഈ കുട്ടി ലേറ്റ് ആയിട്ടാണ് ഇന്റർവ്യൂവിന് ചെയ്തത്. സമയത്ത് വീട്ടിൽ നിന്നൊന്നും ഇറങ്ങിയില്ല, കാര്യങ്ങളൊന്നും സമയത്ത് ചെയ്തു വെച്ചില്ല. തലേ ദിവസം തന്നെ അറേഞ്ച് ചെയ്ത കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഇറങ്ങാറായപ്പോ എല്ലാമാണ് എടുത്തു. അങ്ങനെ ലേറ്റ് ആവുന്നു ഇന്റർവ്യൂവിനെത്താൻ.
സോ അങ്ങനെ അവൾക്ക് ആ ജോലി നഷ്ടപ്പെടുവാണ്. അപ്പം അവൾ അത്രയും ആഗ്രഹിച്ചിരുന്ന ഒരു കമ്പനി ആയിരുന്നു അവിടെ ജോലി കിട്ടാനായിട്ട്. അതങ്ങനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് പങ്ക്ച്വാലിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പൊ അങ്ങനെ ഒരു ലെസൺ അവൾ അതിൽ നിന്ന് പഠിക്കുവാണ്. അതിനുശേഷം അവള് ടൈം കീപ്പ് ചെയ്യാനും പങ്ക്ച്വൽ ആവാനുമായിട്ടും ശ്രമിച്ചു. അതായിരുന്നു മോറൽ സ്റ്റോറി ആയിട്ട് ഞാൻ എഴുതിയത്. പിന്നെ നെക്സ്റ്റ് സ്റ്റോറി, അതായത് ഹിസ്റ്റോറിക്കൽ ഓർ മിത്തോളജിക്കൽ സ്റ്റോറി, നമ്മുടെ പുരാണ പഴയ കാലഘട്ടങ്ങളിലെ കഥകൾ. ഇത് നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം, ഇത് നിങ്ങൾക്ക് നോക്കി എവിടെന്നെങ്കിലും എഴുതാം, ഇത് ക്രിയേറ്റ് ചെയ്യാൻ. നിങ്ങൾ ഓൾറെഡി ഹിസ്റ്റോറിക്കൽ അങ്ങനെ ഉള്ള സ്റ്റോറികളാണല്ലോ. ഞാൻ ഇവിടെ തെന്നാലിരാമനെ കുറിച്ചാണ് എഴുതിയത്. ഓൾറെഡി തെന്നാലിരാമൻ കഥകളിൽ നിന്ന് ഒരു കഥ ഞാൻ എടുത്തിട്ട് അതാണ് എഴുതിയത്, ഓണസ്റ്റ് പേഴ്സൺ. അങ്ങനെ പറഞ്ഞിട്ട് തെന്നാലിരാമനെ അറിയാലോ, കൃഷ്ണദേവരായർ ചക്രവർത്തിയുടെ, വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായർ എന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സദസ്സിലെ വിദൂഷകനായിരുന്നു, റോയൽ ക്ലൗൺ ആയിരുന്നു തെന്നാലിരാമൻ എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തെ കുറിച്ചായിരുന്നു ഞാൻ എഴുതിയത്. അദ്ദേഹം വളരെ രസികനായിരുന്നു എന്നൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഇതുപോലെ നമ്മളുടെ എന്താ പറയാ ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ മിത്തോളജിയുമായിട്ട് റിലേറ്റ് ചെയ്ത് രാമായണം, മഹാഭാരതം, ബൈബിളിലെ ഏതെങ്കിലും കഥകളോ അല്ലെങ്കിൽ നമ്മളുടെ ഇതുപോലെ നബിയുടെ റിലേറ്റഡ് കുറെ കഥകളൊക്കെ അങ്ങനെയൊക്കെ ഇല്ല. അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം, ഏത് ക്യാരക്ടർ വെച്ചിട്ടുള്ള സ്റ്റോറീസും എടുക്കാം. പക്ഷെ അതിൽ നിന്നൊരു മെസ്സേജ് എപ്പോഴും ഏത് സ്റ്റോറി എടുക്കുമ്പോഴും എന്തെങ്കിലും ഒരു സ്റ്റോറി എഴുതി വെക്കുന്നത് ഈ കഥ കുട്ടികൾക്കാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. അപ്പൊ അവർക്ക് നല്ലൊരു മെസ്സേജ് കിട്ടണം എന്നുള്ള രീതിയിൽ. അപ്പൊ ഓണസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അതിന് ആ ഒരു സത്യസന്ധമായ ഒരാൾക്ക് നല്ലത് വന്നതും തെന്നാലിരാമൻ അത് കണ്ടുപിടിച്ചതും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. നെക്സ്റ്റ് കമ്പാരിസൺ സ്റ്റോറി. ആക്ച്വലി എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇതിനകത്തുള്ള അത് ഓർഡറിൽ, ഇതേ ഓർഡറിൽ തന്നെ എഴുതണം എന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഏത് സ്റ്റോറിയെ കുറിച്ചിട്ട് ഐഡിയ ആണോ കിട്ടുന്നത് അത് എഴുതാം. പക്ഷെ സ്റ്റോറി റെക്കോർഡിൽ സ്റ്റോറി മാത്രം, റൈം റെക്കോർഡിൽ റൈം മാത്രം. ആ പറഞ്ഞ അല്ലെങ്കിൽ ഇതിൽ തന്നിട്ടുള്ള അതേ ഓർഡറിൽ തന്നെ എഴുതണം എന്നില്ല. ഞാൻ കമ്പാരിസൺ സ്റ്റോറിയാണ് എഴുതിയത്, പക്ഷെ ഇതിൽ തന്നിട്ടുള്ള ഓർഡറിൽ ഞാനെന്ന് പറയാം. പിക്ചോറിയൽ സ്റ്റോറി. പിക്ചോറിയൽ സ്റ്റോറി പല രീതിയിൽ എഴുതാം. പിക്ചോറിയൽ സ്റ്റോറി എന്ന് പറയുമ്പോൾ ഇതിൽ സ്റ്റേറ്റ്മെന്റുകളും കുറവായിരിക്കും, പിക്ചേഴ്സ് വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്തത്. ഇതൊരു രീതിയിൽ ചെയ്യാമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾക്ക് സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സ് ക്യാറ്റ് ഉണ്ട്, റാറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ ക്യാറ്റ് റാറ്റ് എന്ന് എഴുതുന്നതിന് പകരം അവിടെയൊക്കെ അതിന്റെ പിക്ചർ ഒട്ടിക്കാം. അപ്പൊ റാറ്റ് ചീസിന്റെ പുറകെ പോയി, അപ്പൊ ചീസ് എന്നുള്ള പിക്ചർ ഒട്ടിക്കാം. ഓക്കെ, അല്ലെങ്കിൽ കേക്ക് കണ്ടു, കേക്ക് എന്ന് പറയുന്നത് കേക്കിന്റെ പിക്ചർ ഒട്ടിക്കാം. അങ്ങനെ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആ സ്റ്റോറിയിൽ വരുമോ അതെല്ലാം പിക്ചർ ഒട്ടിച്ചിട്ട് സ്റ്റോറി ആയിട്ട് എഴുതാം. ക്ലിയർ ആയോ? ഞാൻ വേറൊരു രീതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സ്റ്റോറിയില് പിക്ചറാണ് കൂടുതലുള്ളത്, സ്റ്റേറ്റ്മെന്റ് കുറവായിരിക്കും. അങ്ങനെയാണ് ഞാൻ എഴുതിയത്. എൻവയോൺമെന്റ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഒരു കുട്ടികളൊരു വളരെ കഷ്ടപ്പെടുന്ന ഒരു മങ്കി, ഈ മങ്കിനെ കൊണ്ട് കളിപ്പിച്ച് കാശുണ്ടാക്കുന്ന ആളുകളുണ്ടല്ലോ, അതിന് അയാളെ അടുത്തുനിന്ന് ആ മങ്കി വൂണ്ടഡ് ആയിരുന്നു, ആ മങ്കിയെ രക്ഷപ്പെടുത്തുന്നതായിട്ട് കുറച്ച് കുട്ടികൾ വരുന്നതും അങ്ങനെ രീതിയിലായിരുന്നു ഞാൻ സ്റ്റോറി എഴുതിയത്. അപ്പൊ അതിനെല്ലാം പിക്ചർ കൂടുതൽ വെച്ചിട്ട് ഓരോ പിക്ചറിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റേറ്റ്മെന്റുകൾ എഴുതി. സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ പിക്ചർ നോക്കുമ്പോഴേക്കും കഥ മനസ്സിലാകും. അപ്പൊ ചെറിയ ചെറിയ സ്റ്റേറ്റ്മെന്റ് എഴുതി അങ്ങനെയായിരുന്നു ആ സ്റ്റോറി ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാം. ഓക്കെ, അടുത്തത് നൊമാഡ് സ്റ്റോറിയാണ്. നൊമാഡ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ നാടോടി കഥകള്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ എഴുതാം. അതായത് നമുക്ക് ചൈനീസ് നാടോടി കഥകളുണ്ട്, ജാപ്പനീസ് നാടോടി കഥകളുണ്ട്, അങ്ങനെ ഈ സോപ്പ് കഥകൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ വരുന്ന കുറെ നാടോടി കഥകൾ ഓൾറെഡി ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ എഴുതിയത് നൊമാഡായ ഒരു പെൺകുട്ടിയെ കുറിച്ചായിരുന്നു എഴുതിയത്. ഇതുപോലെ ചൈനീസ് ജാപ്പനീസ് നാടോടി കഥകളൊന്നും എടുത്തെഴുതിയില്ല. നൊമാഡായി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് ഞാൻ കഥ എഴുതിയത്. ആ കുട്ടി കൈൻഡ് ഹീര, ഹീര എന്നാണ് കുട്ടിയുടെ പേര്. കൈൻഡ് ഹീര എന്ന പേര് കൊടുത്തു. നൊമാഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അവർക്ക് അങ്ങനെ വീടൊന്നും ഉണ്ടാവില്ല.
ഒരു എന്തെങ്കിലുമൊക്കെ കച്ചവടമൊക്കെ ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും. ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഭാഗത്തേക്ക് അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ പ്രോഡക്ട്സ് വിറ്റ് തീരുമ്പോഴേക്കും അവിടെ നിന്ന് അവർ അടുത്ത സ്ഥലത്തേക്ക് പോയി വീണ്ടും ഇതുപോലെ അങ്ങനെ ജീവിക്കുന്നത്. ഹീരയും ഹീരയുടെ പാരന്റ്സും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും മെഡിസിൻസ്, ഇവരുടെ വൈദ്യം എന്നൊക്കെ പറയില്ലേ, അതുപോലെ മെഡിസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ചായിരുന്നു ഞാൻ എഴുതിയത്. അങ്ങനെ ഹീര ഇത് എല്ലാം ഇങ്ങനെ ആയി നടക്കുമ്പോ വല്ലാതെ ഹീരയ്ക്ക് ദാഹിക്കുന്നു. അങ്ങനെ ഹീര അടുത്ത് കണ്ട ഒരു വീട്ടിൽ കയറിയിട്ട് ഒരു ലേഡി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ട് അവിടെ കയറി വെള്ളം ചോദിച്ചപ്പോ ഈ ലേഡി അവളെ ഓടിച്ചു വിട്ടു. അവൾക്ക് ഭയങ്കര വിഷമം തോന്നി. എന്നാലും അവള് സാരല്ല, അവള് പാരന്റ്സിന്റെ അടുത്തേക്ക് പോവാം, അവര് പോയ ഭാഗത്തേക്ക് പോകാന്ന് കരുതി പോയി. അവള് കുറെ കൂടെ ഡ്രൈ ഫ്രൂട്ട്സും ഇതെല്ലാം വിറ്റ് തിരിച്ച് അവൾക്ക് അതേ വഴി കൂടെ തന്നെ വരേണ്ട വന്നു, ഈ ലേഡിയുടെ വീടിന്റെ അടുത്തൂടെ. അപ്പൊ അവള് കാണുന്ന കാഴ്ച, ആ ലേഡിയുടെ വീട്ടിലുള്ള പോണ്ടില് ഒരു കുട്ടി ഇങ്ങനെ മുങ്ങിത്താഴുക. ആ ലേഡി കിടന്ന് സഹായത്തിന് വേണ്ടി, ഹെൽപ്പിന് വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. അപ്പൊ അവള് വേഗം അങ്ങോട്ട് ചെന്ന് ആ കുട്ടിയെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. ആ ലേഡിക്ക് ഭയങ്കര സന്തോഷവും സമാധാനവും. അവര് സോറി പറയും, നേരത്തെ അങ്ങനെ പെരുമാറിയിട്ട് അവൾക്ക് ഭക്ഷണവും എല്ലാം കൊടുക്കും. അപ്പൊ അവൾ എന്ത് ചെയ്യും, റിട്ടേൺ ആയിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കൊടുക്കും. അവരോട് നന്ദി പറഞ്ഞ് അവൾ അവിടുന്ന് പാരന്റ്സിന്റെ അടുത്തേക്ക് പോകുന്നു. ഇത്രയുമായിരുന്നു ഞാൻ എഴുതിയ നൊമാഡ് സ്റ്റോറി. അത് നൊമാഡായ ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് എഴുതിയത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. നെക്സ്റ്റ് വൺ, കമ്പാരിസൺ സ്റ്റോറി. കമ്പാരിസൺ സ്റ്റോറി ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ മാം ഞങ്ങൾക്ക് ഒന്നും ഐഡിയ തരില്ലായിരുന്നു. പക്ഷെ മാമിന്റെ കയ്യിൽ ഇതുപോലെ റെക്കോർഡ് നോക്കും, യു ഡു, നിങ്ങൾ ചെയ്യൂ, ആലോചിച്ച് ചെയ്യൂ, ഇത്രയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ചിലപ്പോ ഒന്നോ രണ്ടോ കാര്യങ്ങൾ എന്തെങ്കിലും പറയുന്നല്ലാതെ കൂടുതലായിട്ടുള്ള ഇതൊന്നും പറയില്ല. കാരണം അങ്ങനെ തന്നെ വേണമായിരുന്നു, എന്നാൽ മാത്രമാണ് എല്ലാരും തന്നെത്താനെ ചെയ്യുള്ളൂ. ഇത് ഒരു ഡെമോ ചെയ്യാമോ, കാണിച്ചു തരാമോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ പിന്നെ ഓൺലൈൻ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ അത് ആക്കാറില്ല. അപ്പൊ അങ്ങനെ മാം ഞങ്ങളോട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ അതൊക്കെ ചെയ്തത്. ഈവൻ ഞാൻ ജസ്റ്റ് എനിക്കിത് പറഞ്ഞു പോകാം, ഈ സ്റ്റോറീസ് ഒക്കെ നിങ്ങൾ എഴുതുമെന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് ആയിരിക്കും, മാം ഇതെങ്ങനെ ചെയ്യുന്നത്, ഒരു മോഡൽ കാണിക്കാം. അതൊഴിവാക്കാനാണ് ഞാൻ ക്ലാസ്സിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഒരാളായിരിക്കില്ലല്ലോ, ഒരു ബാച്ചിൽ നിന്ന് ആയിരിക്കുമല്ലോ ഇതുപോലെ സംശയം. ജസ്റ്റ് അത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ ഡൗട്ട്സ് ഒന്നും വരില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, കമ്പാരിസൺ സ്റ്റോറി. ഞാൻ എഴുതിയത് റോസ് ഫ്ലവറും ജാസ്മിൻ ഫ്ലവറും, അങ്ങനെ ആ രണ്ട് ഫ്ലവേഴ്സിന്റെ ഒരു കമ്പാരിസൺ ആണ് എഴുതിയത്. ഈ കഥ പറഞ്ഞപ്പോ പല ബാച്ചിൽ നിന്നും പലരും പറഞ്ഞു ഇത് കാക്ടസിന്റെയും റോസിന്റെയും പോലെ ഇവർ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അത് അങ്ങനെ ഉദ്ദേശിച്ചല്ല ഞാൻ എഴുതിയത് കേട്ടോ. ഞാൻ എഴുതിയ സ്റ്റോറി ഇതായിരുന്നു, ഒരു ഗാർഡൻ, അവിടെ നിറയെ ജാസ്മിൻ ഫ്ലവറും ഉണ്ട്, പലതരം ഫ്ലവേഴ്സ് ഉണ്ട്, ജാസ്മിനും ഉണ്ട്, റോസും ഉണ്ട്. ജാസ്മിൻ ഫ്ലവറും റോസും അടുത്തടുത്താണ്. ജാസ്മിൻ ഫ്ലവറിന് എപ്പോഴും ഇച്ചിരി അഹങ്കാരമായിരുന്നു. ലൈക്ക് ജാസ്മിൻ ഫ്ലവറിനെ കുറെ കാര്യങ്ങൾക്ക് എടുക്കുമല്ലോ, കല്യാണങ്ങള്, അമ്പലങ്ങളില്, പൂജയ്ക്ക്, എവിടെയെങ്കിലും പള്ളി, എവിടെയൊക്കെ ആണെങ്കിലും ജാസ്മിൻ ഫ്ലവറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണല്ലോ. പിന്നെ അതിൽ നിന്ന് പെർഫ്യൂം ഉണ്ടാക്കുന്നു. ജാസ്മിൻ ഫ്ലവറിന് അഹങ്കാരം കൂടാൻ കാരണം റോസ് ഫ്ലവറിന്റെ ദേഹത്ത് മുഴുവനും മുള്ളാണല്ലോ. അപ്പൊ അത് കാരണം മുള്ളാണെന്ന് പറഞ്ഞപ്പോഴും റോസ് ഫ്ലവറിനെ കളിയാക്കുമായിരുന്നു. അപ്പൊ ഈ ഗാർഡന്റെ അടുത്തൊരു ഇതുണ്ടായിരുന്നു, പ്ലേ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, കുട്ടികൾ കളിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവര് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പന്ത്, ബോള് ഈ ഗാർഡനിലേക്ക് വന്നു. അവരത് എടുക്കാനായിട്ട് വരുമ്പോഴാണ് ഫ്ലവേഴ്സ് കാണുന്നത്. കുട്ടികളല്ലേ, ഡെഫിനറ്റ്ലി അവര് ദേ വിൽ പ്ലക്ക് ദ ഫ്ലവേഴ്സ്. അങ്ങനെ അവര് റോസ് ഫ്ലവർ പറിക്കാനായിട്ട് വന്നപ്പോൾ മുള്ളു കൊണ്ടു. അത് കാരണം അവര് റോസ് പറിക്കാതെ ജാസ്മിൻ ചുമ്മാ വലിച്ചു പറിച്ചിട്ട് അവരവിടെ നിന്ന് പോയി. ജാസ്മിന് മനസ്സിലായി മദർ നേച്ചർ കൊടുത്തിരിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ആണ് ഈ തോൺ എന്ന് പറയുന്നത് ജാസ്മിൻ ഫ്ലവറിന്. അതുകൊണ്ട് ആരെയും കളിയാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്കും ഓരോ എന്തെങ്കിലും ഇതുപോലെ ഉണ്ടാവും, അതൊക്കെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടാണെന്നുള്ളത് മനസ്സിലാവുകയാണ്. അപ്പൊ അങ്ങനെ പിന്നെ ആ ഒരു ജാസ്മിൻ ഫ്ലവറിന്റെ അഹങ്കാരം മാറി എന്നുള്ള രീതിയിലാണ് ഞാൻ കമ്പാരിസൺ സ്റ്റോറി എഴുതിയിരിക്കുന്നത്. പിന്നെ ലോങ് സ്റ്റോറി, ഏതെങ്കിലും ഒരു കഥ കുറച്ച് വലുതായിട്ട്, മിക്ക കഥകളും ഒന്നോ രണ്ടോ പാരഗ്രാഫിൽ എന്റെ തീർന്നിരുന്നു. നീണ്ട കഥ എഴുതുക, എന്തെങ്കിലും ഇതുപോലെ മോറൽ വാല്യൂ കിട്ടുന്ന എന്തെങ്കിലും ഒരു കഥ എഴുതുക. സ്റ്റോറി സോങ്, അതൊരു സോങ് ആയിരിക്കണം, പക്ഷെ അതിലൊരു കഥ ഉണ്ടാകണം. ഞാൻ എഴുതിയ കഥയിലെ ക്യാരക്ടർ ഒരു ഫാർമറും അതുപോലെ തന്നെ ഒരു പാരറ്റും ആയിരുന്നു. ഫാർമർ ഈ പാരറ്റിനെ പിടിച്ചുകൊണ്ട് വന്ന് കേജിലിടും. എനിക്ക് വേണ്ടി നീ പാട്ട് പാടിത്തരണം പറയുമ്പോൾ പാരറ്റ് എപ്പോഴും കരഞ്ഞുകൊണ്ട് പറയും എനിക്ക് പറക്കാനാണ് ഇഷ്ടം, കൂട്ടിക്കിടക്കാനല്ല എന്നുള്ള രീതിയിൽ പറയും. പക്ഷെ ഫാർമർ സമ്മതിക്കില്ല. അങ്ങനെ ഒരു ദിവസം അയാൾ മരച്ചോട്ടിൽ കിടന്നുറങ്ങുമ്പോൾ, വീടിന് മുന്നിലുള്ള മരച്ചോട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു സ്നേക്ക് വരും. ഇത് കണ്ടുകൊണ്ട്
പാരറ്റ് വിളിച്ചു പോകും, സ്നേക്ക് വരുന്നു എന്ന് പറഞ്ഞ് വിളിച്ചു പോകുമ്പോഴേക്കും അയാൾ വേഗം ചാടി എണീറ്റ് വീടിനകത്തേക്ക് രക്ഷപ്പെട്ടു പോകും. അപ്പൊ അയാൾക്ക് സന്തോഷമാവും. അയാൾ എന്ത് ചെയ്യും, ഈ ബേർഡിനെ ഫ്രീ ആക്കും. അതൊരു സോങ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ സ്റ്റോറി ദാറ്റ് ഗീവ്സ് സയന്റിഫിക് നോളജ്, അത് ഏതാ എഴുതിയെന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഈ സ്റ്റോറിയും നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം. കാരണം സയന്റിഫിക് നോളജ് തരുന്ന ഒരു സ്റ്റോറിയാണല്ലോ. ഞാൻ എഴുതിയത് എക്സ്റേയുടെ ആ ഒരു കണ്ടുപിടുത്തമില്ലേ, അതായിരുന്നു എഴുതിയത്. അൺനോൺ റേ എന്നും പറഞ്ഞിട്ട്. അത് കുട്ടികളുടെ മലയാളം ടെക്സ്റ്റ് ഉണ്ടായിരുന്നായിരുന്നു. ഞാൻ അതിനെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് റോൺജൻ എക്സ്റേ കണ്ടുപിടിച്ചതാണ് സ്റ്റോറി ദാറ്റ് ഗീവ്സ് സയന്റിഫിക് നോളജിൽ എഴുതിയത്. പിന്നെ മോഡൽ ചൈൽഡ്ഹുഡ് സ്റ്റോറീസ് ഓഫ് ഗ്രേറ്റ് പീപ്പിൾ, ഇതും നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം. ഇത് ഓൾറെഡി ഉള്ളതാണ്. മഹാന്മാരായ ആളുകൾ നമ്മളുടെ അവരെ കുറിച്ച് എഴുതാവുന്ന ചൈൽഡ്ഹുഡ് സ്റ്റോറീസ്. ഞാൻ എഴുതിയത് ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ചായിരുന്നു. ഇതും കുട്ടികളുടെ മലയാളം ടെക്സ്റ്റ് ഉണ്ടായിരുന്ന അവരുടെ ഒരു ചാപ്റ്റർ ആയിരുന്നു. ഒരു തുള്ളി വെള്ളം അങ്ങനെ എന്തോ പറഞ്ഞിട്ട്, 1 ഡ്രോപ്പ് വാട്ടർ എന്ന് പറഞ്ഞു. കുട്ടിയായ അംബേദ്കർ വളരെ വിഷമിച്ച് ഇങ്ങനെ സ്കൂളിൽ നിന്ന് ദാഹിച്ചു വരുമ്പോൾ വഴിയിൽ കണ്ട കിണറിൽ നിന്ന് വെള്ളം കുടിക്കാനായിട്ട് വന്നപ്പോൾ അംബേദ്കർ ലോ കാസ്റ്റുള്ള ആളാണ് എന്നും പറഞ്ഞിട്ട് കുറെ ആൾക്കാര് തല്ലാനും കല്ലെറിയാനും ഒക്കെ വന്നു. വിഷമിച്ച ആ കുട്ടിക്ക് അത് ഭയങ്കര വിഷമായി, ഭയങ്കരമായിട്ട് ഇൻസൾട്ടഡ് ആയി. അങ്ങനെ അന്ന് തീരുമാനിക്കുവാണ്, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കെന്നും പറഞ്ഞിട്ട് പ്രതിജ്ഞ എടുക്കുവാണ്. അദ്ദേഹമാണ് പിന്നീട് ലോകം അറിയപ്പെടുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആ ഒരു ഫൗണ്ടറിൽ ഒരാളായ ഡോക്ടർ BR അംബേദ്കർ എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ ഡോക്ടർ ഭീംറാവു റാംജി അംബേദ്കർ അദ്ദേഹത്തിന്റെ പിക്ചറൊക്കെ ഒട്ടിക്കാലോ, അതെല്ലാം ചെയ്തു. നെക്സ്റ്റ് സ്റ്റോറീസ് അബൌട്ട് ആനിമൽസ് ആൻഡ് ബേർഡ്സ്. അപ്പൊ ഞാനിതൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ രീതിയിൽ ഒരു കഥയായിരുന്നു എഴുതിയത്. അതില് ഒരു ക്രോ ഉണ്ടായിരുന്നു, ഒരു സ്നേക്ക്, ഒരു ഡിയർ. ഇവര് 3 പേരും വളരെ ഹാപ്പി ആയിട്ട് പരസ്പരം സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച് കഴിയുന്ന ഒരു കഥ. പിന്നെ എനി അതർ സ്റ്റോറി, എന്തെങ്കിലും ഒരു കഥ എന്നുള്ള രീതിയിൽ, എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒരു മോറൽ വാല്യൂ വരുന്ന രീതിയിൽ. ഹാർഡ് വർക്കിനെ കുറിച്ചുള്ള ഒരു കഥയായിരുന്നു എഴുതിയത്. ഫാർമറിന്റെ ഹാർഡ് വർക്കിലൂടെ അയാൾ നല്ലപോലെ കൃഷി ചെയ്യുന്നതും അങ്ങനെ അയാൾ ഏൺ ചെയ്ത് കിട്ടുന്നത് ആവശ്യക്കാർക്ക്, ഒന്നുമില്ലാത്തവരെ ഹെൽപ്പ് ചെയ്യുന്നതും, അങ്ങനെയൊക്കെ എല്ലാ മെസ്സേജും കൂടെ വരുന്ന രീതിയിലുള്ള ഒരു കഥയായിരുന്നു എഴുതിയത്. അയാളുടെ ഹാർഡ് വർക്കും അയാൾ അത്രയും ഏൺ ചെയ്തിട്ട് അയാള് പാവങ്ങളെ മറക്കാതെ പാവപ്പെട്ടവർക്ക്, നീഡി ആയിട്ടുള്ള ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാരെ സഹായിക്കുന്നതും അതൊക്കെയായിരുന്നു കഥയുടെ. നെക്സ്റ്റ് നോവലാണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നോവൽ എന്ന് പറയുമ്പോൾ ചാപ്റ്റേഴ്സ് ആയിട്ട് ഇതാക്കണം. അറ്റ്ലീസ്റ്റ് 3 ഇല്ലസ്ട്രേഷൻസ് ഉണ്ടാകണം ഓരോ ചാപ്റ്ററിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പറ്റുവാണെങ്കിൽ ചെയ്യാൻ, അല്ലെങ്കിൽ നോ പ്രോബ്ലം. ഞാൻ ഓരോ ചാപ്റ്ററിന് 2 ചാപ്റ്റർ ആയിട്ടാണ് നോവൽ എഴുതിയത്. ഓരോ ചാപ്റ്ററിനും ഞാൻ ഒരു പിക്ചറേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഞാൻ എഴുതിയത് 2 ടിൻസ്, അതായത് ഐഡന്റിക്കൽ ടിൻസ് ആണ്. പക്ഷെ ബോയും ഗേളും ആ ഒരു രീതിയിലുള്ള ടിൻസ് ആയ 2 കുട്ടികളും അവർ തമ്മിലുള്ള സ്നേഹവും അവരുടെ ഫാമിലിയിലെ കാര്യങ്ങളും അതിൽ കുറെ മൊമെന്റ്സ് വരുന്നുണ്ട്. അതായത് അവര് നല്ല ഹാപ്പി ആയിട്ട് തമ്മിൽ സ്നേഹം, വഴക്കുണ്ടാക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ കുഞ്ഞുങ്ങളിലേക്ക് കിട്ടുന്ന മെസ്സേജ് ആണല്ലോ. അവരൊരുമിച്ച് കളിക്കും, ഒരുമിച്ച് പഠിക്കും, ഒരുമിച്ച് സ്കൂളിൽ പോകും, അങ്ങനെയുള്ള കാര്യം. പിന്നെ അവരുടെ അമ്മ അവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും, അവരൊരുമിച്ച് ഭക്ഷണം കഴിക്കും, പ്രേ ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അങ്ങനെയുള്ള കുറെ മോറൽ വാല്യൂസും ക്വാളിറ്റീസും ഉണ്ടല്ലോ, അതെല്ലാം വരും. പിന്നെ ഗ്രാൻഡ് പാരന്റ്സ് കൂടെ താമസിക്കുന്നുണ്ട്, അച്ഛനും അമ്മയും അവരെ ടേക്ക് കെയർ ചെയ്യുന്നതും അവരെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് കൊണ്ടുപോകുന്ന കാര്യങ്ങളും, പിന്നെ ഒരു കുട്ടിക്ക് സുഖമില്ലാതായി വന്നപ്പോൾ മറ്റേ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ആ ഒരു നോവലിൽ വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം കുഞ്ഞുങ്ങളിലേക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് ആണല്ലോ. പിന്നെ ഡ്രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് സ്പീച്ച് അല്ലേ, കോൺവെർസേഷൻ പോലെയാണല്ലോ ഡ്രാമ വരുന്നത്. അപ്പൊ അതും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഡ്രാമയില് നമുക്ക് പല സീനാണ്, സീൻ 1, സീൻ 2 എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ ഞാൻ എഴുതിയ ഡ്രാമയിൽ എനിക്ക് 2 സീൻസ്, 2
സിറ്റുവേഷൻ, 2 സീനാണ്. ഒന്ന് വീടും ഒന്ന് പാർക്കും. ആ ഒരു രീതിയിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ സീൻ 1 എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ വീടാണ്, ടീനാസ് ഹോം. അപ്പൊ അതില് ടീന ഇങ്ങനെ ഒരു വീട് ഷിഫ്റ്റ് ചെയ്ത് പുതിയ സ്ഥലത്തേക്ക് വന്നതാണ്. ഒറ്റയ്ക്കാണ് ടീന ഉള്ളത്. അച്ഛനും അമ്മയും, വേറെ സിബ്ലിങ്സ് ഒന്നുമില്ല. അപ്പൊ ടീന ഇങ്ങനെ കളിക്കണം. അപ്പൊ ടീനയ്ക്ക് കളിക്കാൻ ഫ്രണ്ട്സ് ഒന്നുമില്ല. നമുക്ക് അവളെ എവിടെയെങ്കിലും കൊണ്ടുപോകണം എന്നൊക്കെ പാരന്റ്സ് പറയുമ്പോഴേക്കും ഈ ടീനയുടെ അച്ഛൻ ഫ്രണ്ട്സിനെ വിളിച്ച് അടുത്ത് എവിടെയാ അതിന് പറ്റിയ സ്ഥലം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ പാർക്ക് ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ അവർ പാർക്കിലേക്ക് പോകും. പാർക്കാണ് സീൻ 2 കാണുന്നത്. പാർക്ക് കാണുമ്പോൾ ടീനയ്ക്ക് ഭയങ്കര ഇഷ്ടമാവും. ടീന ചെല്ലുമ്പോൾ കുറെ കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ടാവും. പിന്നെ നോക്കിയപ്പോ ഒരു പ്രായമായ ഒരാളിരുന്ന് പത്രം വായിക്കുന്നു. അപ്പൊ ടീനയ്ക്ക് കുട്ടികളുമായിട്ട് കളിക്കാനായിട്ട് ചെല്ലുന്നു. അപ്പൊ ടീന പോകുന്ന വഴിക്ക് ഈ പ്രായമായ ആളിരിക്കുന്നുണ്ടല്ലോ, അപ്പൊ ആളെ വിഷ് ചെയ്യും. പക്ഷെ ആളെ മൈൻഡ് ഒന്നും ചെയ്യില്ല. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഇയാള് ചീത്ത പറയുന്നുണ്ട്, വഴക്ക് പറയും. ശബ്ദം ഭയങ്കര ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞ കുട്ടികൾക്ക് ഭയങ്കര വിഷമവും. അവരവിടെ നിന്ന് മാറി നിന്ന് കളിക്കും. പിറ്റേ ദിവസവും അപ്പൊ വീക്കെൻഡ്സിൽ പോവാന്ന് ഇവര് പ്ലാൻ ചെയ്യാം. പിന്നെ വീടാണ് അടുത്ത സീനിൽ കാണിക്കുന്നത്. പാർക്ക് കഴിയുമ്പോൾ സീൻ 3 അപ്പൊ അവള് പറയും വീക്കെൻഡ്സിൽ എനിക്ക് ഇനിയും പോകണം, എനിക്ക് അവിടെ ഫ്രണ്ട്സിനെ കിട്ടിയെന്നൊക്കെ പറയുമോ. പിന്നെ നെക്സ്റ്റ് സീനിൽ വീണ്ടും പാർക്കിലേക്ക് പോകുന്നു. അപ്പോഴും ഈ പ്രായമായ ആൾ അവിടെ ഇരിക്കുന്നുണ്ട്. അവള് വിഷ് ചെയ്തിട്ടും അയാള് മൈൻഡ് ചെയ്തില്ല. അങ്ങനെ ഇവര് മാറി നിന്ന് ശബ്ദമൊന്നും ഇല്ലാണ്ട് കുട്ടികൾ കളിക്കും. പെട്ടെന്നാണ് മഴയും ഇടിയും ഒക്കെ കൂടെ വരുന്നത്. കുട്ടികളെല്ലാം ഓടി അവിടെ ഒരു ഷെൽട്ടർ പോലെ ഭാഗം ഉണ്ടാവും, അങ്ങോട്ട് ഓടി കയറും എല്ലാരും. പക്ഷെ ഈ പ്രായമായ ആൾ പെട്ടെന്ന് എണീറ്റ് കയറാൻ പോകുമ്പോൾ ഇയാള് വീഴുന്നു. കുട്ടികൾ ഓടി വന്ന് അയാളെ അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നു. അയാളെ കൊണ്ടുവന്ന് ആ ഷെൽട്ടറിൽ ഇരുത്തി ഒരു ടൗല് കൊണ്ടുവന്ന് അയാള് തുടച്ചൊക്കെ കൊടുക്കും. എന്നിട്ട് നല്ലൊരു ചൂട് ചായയൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ അയാൾക്ക് ഭയങ്കര ഗിൽറ്റി ഫീലിംഗ് ആവും. കുട്ടികളോട് സോറി പറയും. കുട്ടികൾ അയാളെ ഹഗ് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഒരു സ്റ്റോറിയാണ് ഞാൻ ഡ്രാമയിൽ ചെയ്തത്. ഓക്കെ. പിന്നെ മൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്കറിയാം മൈമില് ഡയലോഗ്സ് ഇല്ല, ആക്ഷൻസ് മാത്രമേ മൈമിലുള്ളൂ. അത് അവരിങ്ങനെ പെയിന്റ് ഒക്കെ തേച്ച് അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്. കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് വരുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി നമ്മൾ എഴുതി വെക്കണം. കാരണം അവരത് ത്രൂ ആക്ഷൻസിലൂടെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ആ സ്റ്റോറി മനസ്സിലാക്കണം. ആ രീതിയിലുള്ള ഒരു കഥയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഞാനൊരു വാല്യുബിൾ ഗിഫ്റ്റ് എന്നുള്ള രീതിയിലാണ് എഴുതിയത്. നിങ്ങൾ ഓൾമോസ്റ്റ് ഇതുപോലൊക്കെ സിമിലർ കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഭയങ്കര ഒരു പോർ ഫാമിലിയിലായിരുന്നു. കുട്ടിയുടെ ബർത്ത്ഡേ ആയി വരികയാണ്. അപ്പൊ അവൾക്കൊരു ഒരു ഡോള് വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. ആഗ്രഹിച്ചൊരു ഡോള് പറഞ്ഞിരുന്നു. പക്ഷെ ആ ഡോള് വാങ്ങാനുള്ള ക്യാഷ് ഒന്നും കുട്ടികളുടെ പാരന്റ്സിന്റെ കയ്യിലില്ല. അപ്പം പാരന്റ്സ് പറയും വേറെ എന്തെങ്കിലും വാങ്ങിച്ചു തരാം ഡോളിന് പകരം. പക്ഷെ അവള് സമ്മതിക്കില്ല. അവള് വാശി പിടിക്കുവാണ്, എനിക്ക് ആ ഡോള് തന്നെ മതി എന്നുള്ള രീതിയിൽ വാശി പിടിക്കുന്നു. അപ്പം എന്നിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ പോയി കിടന്നുറങ്ങും. അപ്പൊ ആ പാരന്റ്സ് പറയും ഒരു കാര്യം ചെയ്യാം, ഇത് അച്ഛൻ പറയും ഞാൻ എന്റെ വാച്ച് വിൽക്കാം. അമ്മ പറയും അമ്മ ഇങ്ങനെ കോയിൻ ബോക്സ് പിക്കി ബാങ്ക് പോലെ ഉണ്ട്, അത് അമ്മ ബ്രേക്ക് ചെയ്യാം, അതിലുള്ള കാശ് എടുക്കാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കും. അപ്പൊ ഇത് കുട്ടി കേൾക്കും. അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് ഭയങ്കര വിഷമവും. അവൾ ഓടി വന്നവരെ കെട്ടിപ്പിടിച്ചിട്ട് അവർ പറയും എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം മതി, ഇങ്ങനെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ള അതൊക്കെ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് കിട്ടുന്ന ഓരോ മെസ്സേജ് കിട്ടുന്ന രീതിയിലുള്ള സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ നല്ലതുപോലെ ആലോചിച്ച് എഴുതുക കേട്ടോ. കാരണം ഇറ്റ്സ് എ റെഫറൻസ്. വൺസ് നമ്മൾ ഈ 2 റെക്കോർഡും എഴുതി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും യെസ് ഐ ക്യാൻ ഡു. നമ്മളെ തന്നെ ഒന്ന് പാറ്റ് ചെയ്യും. ഐ ആം ഗുഡ് എന്നുള്ള രീതിയിലെങ്കിലും അറ്റ്ലീസ്റ്റ് പറയും. ഓക്കെ, ബെറ്റർ ബെസ്റ്റ് എന്ന് തന്നെ പറയട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. സോ ഇതാണ് സ്റ്റോറി റൈം. ക്ലിയർ ആയോ? തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെ ക്രിയേറ്റ് ചെയ്യാം. മറ്റേത് അല്ലാത്ത ചിലതൊക്കെ ഉണ്ട്, നമുക്ക് അതെടുക്കാം. ഗ്രേറ്റ് പീപ്പിളിനെ പറ്റിയുള്ള സ്റ്റോറി, പിന്നെ സയന്റിഫിക് നോളജ് വരുന്ന സ്റ്റോറി, പിന്നെ അതുപോലെ തന്നെ നൊമാഡ് സ്റ്റോറിയും വേണമെങ്കിൽ എടുക്കാം. പിന്നെ മിത്തോളജിക്കൽ, ഹിസ്റ്റോറിക്കൽ ഓർ മിത്തോളജിക്കൽ സ്റ്റോറി എന്ന് പറഞ്ഞു വരുന്നില്ലേ, അത്. ക്ലിയർ ആയല്ലോ അല്ലെ? ഓക്കെ അല്ലേ? എനി ഡൗട്ട്സ്? എനി ഡൗട്ട്സ് പ്ലീസ്? ഉണ്ടോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ലാസ്റ്റ് ഒന്ന് പറഞ്ഞില്ലേ മൈമിനെ കുറിച്ചിട്ട്, അത് നമ്മളിങ്ങനെ സ്റ്റോറി ആയിട്ട് എഴുതാൻ വേണ്ട അതോ പിക്ചേഴ്സ് ആയിട്ട് ഇങ്ങനെ ആ സ്റ്റോറിയുടെ ബേസ്ഡ് ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചാൽ മതിയോ? അതിന് പിക്ചേഴ്സ് വേണമെന്നില്ല, സ്റ്റോറി എഴുതണം. നല്ലൊരു
തീം വരുന്ന രീതിയിൽ സ്റ്റോറി എഴുതാം. പക്ഷെ ആ ഒരു സ്റ്റോറി നമുക്ക് കുട്ടികളെ കൊണ്ട് മൈൻഡ് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറിയും ആയിരിക്കണം. അവരെ കൊണ്ട് ആക്ഷൻസിലൂടെ, കാരണം മൈമിന്റെ ഒരു പ്രത്യേകത അതാണല്ലേ, അവരെത്ര നല്ല പോലെ പെർഫോം ചെയ്യുന്നു, അപ്പോഴേ നമുക്ക് അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാവുള്ളൂ. അതിൽ ആക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അതുപോലെ നമ്മൾ സ്റ്റോറി സെലക്ട് ചെയ്യണം, നമ്മൾ എഴുതണം. ഓക്കെ മാം, താങ്ക് യു. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ, ഫസ്റ്റ് റെക്കോർഡ് എഴുതിയിട്ട് അതിന്റെ ഒരു പകുതി പേജസ് തന്നെ അത്രയും ബാക്കിയുണ്ട്. അപ്പൊ നമുക്കത് വേറെ ഏതെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ പുതിയ റെക്കോർഡായിട്ട് ചെയ്യുന്നതാണോ നല്ലത്? ഒത്തിരി ബാക്കിയുണ്ടോ? പലരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് ഒത്തിരി ബാക്കിയുണ്ട്, കാരണം എനിക്ക് കിട്ടിയ പിക്ചേഴ്സ് ഒക്കെ വളരെ ചെറുതായിരുന്നു. ഓ, ഇപ്പൊ നമ്മളിപ്പോ വർക്ക് ചെയ്യാണ്, നമ്മളുടെ ഒരു റെഫറൻസിന് വേണ്ടി മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. അതേസമയം ഇന്റർവ്യൂവിനൊക്കെ പോകാൻ പോകുമ്പോഴേ നമുക്ക് ഓരോന്നും ഓരോ റെക്കോർഡ് ആണെങ്കിലാണ് അതിനൊരു ഇതുള്ളൂ അല്ലെ. എല്ലാം കൂടെ ഒരു റെക്കോർഡിൽ എഴുതിയെന്നുണ്ടോ? നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ. 5 റെക്കോർഡിന്റെ 5 കൂടെ ഒരെണ്ണത്തിൽ നമുക്ക് എഴുതുക എന്ന് പറയുന്നത്, നമ്മൾ വൺസ് ഒരു ഇന്റർവ്യൂവിനൊക്കെ, അതേസമയം വൺസ് ജോലിയുണ്ട്, നിങ്ങൾക്ക് ഇനി അല്ലെങ്കിൽ സ്കൂൾ തുടങ്ങാൻ പോകുന്നു, അങ്ങനെയുള്ളവർക്കൊന്നും പ്രോബ്ലം ഇല്ല. അത് ജസ്റ്റ് നല്ലപോലെ ബുക്ക് മാർക്ക് ചെയ്തോ അങ്ങനെയൊക്കെ ചെയ്ത് ഭംഗിയാക്കി ആ ഒരു ഇത് ഫീൽ ആവാത്ത രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതായത് നമ്മൾ ഈ റഫ് ബുക്ക് എഴുതുന്ന പോലെ എല്ലാം കൂടെ എഴുതുന്ന പോലെ ആവരുത്. അന്ന് മാം പറഞ്ഞായിരുന്നു ലിസ്റ്റിലുള്ളത് അല്ലാതെ വേറെ നമുക്ക് ആഡ് ചെയ്യാന്ന് പറഞ്ഞായിരുന്നല്ലോ. അതെ അതെ, കുറെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനത് പറഞ്ഞത്. അതായത് നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യാം, ആ ഒരു റെക്കോർഡിന്റെ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞെങ്കിൽ വി ക്യാൻ വൈൻഡ് അപ്പ്. യെസ്, സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ ആകാം. മാം, എക്സാമിനെ നമ്മള് നമ്പർ ലിസ്റ്റ് തന്നിട്ടുണ്ടല്ലോ ഓൾറെഡി ഗ്രൂപ്പില്. അപ്പൊ ആ റോൾ നമ്പർ പ്രകാരമാണോ അതോ അല്ലാതെ റോൾ നമ്പർ ആയിട്ട് നമുക്ക് തരുവോ? അതിൽ റോൾ നമ്പർ എന്നല്ലേ കൊടുത്തിരിക്കുന്നേ? അപ്പൊ ആ നമ്പർ തന്നെ അല്ലെ, ആ നമ്പർ ലിസ്റ്റിലെ നമ്പർ ആണോ? അത് ഞാനൊന്ന് ചോദിക്കട്ടെ കേട്ടോ, അതൊന്ന് കൺഫേം, എനിക്ക് അങ്ങനെ അറിയില്ല. റോൾ നമ്പർ എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് തന്നെ ആയിരിക്കുമല്ലോ. ഇനി കുറച്ചു പേരെയും കൂടെ ആഡ് ചെയ്യാണ്ടെന്ന് പറഞ്ഞില്ല, ആരുടെയൊക്കെ പേരില്ല, അപ്പൊ അതിൽ ചേഞ്ചസ് വരാൻ സാധ്യതയില്ലേ? കുറച്ച് പേരാണെങ്കിൽ ചിലപ്പോഴേ ചേഞ്ചസ് വരുള്ളൂ. അപ്പൊ നിങ്ങൾ അതൊന്ന് നോക്കിയാൽ മതി, ഒന്ന് അതൊന്ന് അലേർട്ടായിട്ട് ഒന്ന് ഇരുന്നാൽ മതി, നോക്കിയാൽ മതി. കാരണം എന്തായാലും എക്സാമിന് മുമ്പ് ലിസ്റ്റ് ഒന്നുകൂടെ ഇതായിട്ടിടും. മാം അതിൽ റോൾ നമ്പർ മെൻഷൻ ചെയ്തിട്ടില്ല, സീരിയൽ നമ്പർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആണോ? ഞാനൊന്ന് ചോദിക്കട്ടെ, എനിക്ക് അതിനെപ്പറ്റി എനിക്ക് ഐഡിയ ഇല്ല. ഓക്കെ, ദെൻ സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ സൈൻ ഔട്ട് ആവാം. വി ക്യാൻ വൈൻഡ് അപ്പ്. Okay, bye. Sign out ആയിരുന്നില്ലേ? Okay then, okay. All the best. Do well. Bye. താങ്ക് യു മാം. മെസ്സേജ് ഇടാം മിസ്സിന്, എന്റെ പേരും. മതി. യെസ് യെസ്, ചെയ്തിട്ടുണ്ടോ? ഇല്ല ചെയ്യണം, ഇപ്പൊ ചെയ്യണം. ഓക്കെ.